സ്ട്രെയിറ്റ് ലൈനിലേക്ക് വീണ്ടും സ്വാഗതം. പ്രതികരണം നമ്മുടെ കയ്യിൽ ഒതുങ്ങുന്നില്ല, നടപടി നമ്മുടെ കയ്യിൽ നിൽക്കുന്നതാണ്. റൂൾസ് ഉണ്ടായി വരുന്നതിൻ്റെ തന്നെ ഉദ്ദേശം എന്താണ്? അതിൻ്റെ അകത്ത് ആരെങ്കിലുമൊക്കെ ലംഘിക്കാനായിട്ടുള്ള താല്പര്യം ഉണ്ടാകും എന്നുള്ളത് കൊണ്ട് തന്നെയാണല്ലോ. ഇക്കാര്യത്തിൽ അന്വേഷണം ഉണ്ടാകും തുടർന്ന്. ഇനി മെമ്മോ ഓഫ് ചാർജസ് ഉണ്ടാകും. മെമ്മോ ഓഫ് ചാർജസ് കഴിഞ്ഞാൽ അന്വേഷണം ഉണ്ടാകും. ഇങ്ങനൊരു സംഭവം അൺഫോർച്ചുനേറ്റ് ആണെന്നുള്ള റിവ്യൂ ഉണ്ടോ മാഡം? അത് തീർച്ചയായിട്ടും ഉണ്ട്. ഒരു വ്യതിയാനം ഉണ്ടാകുന്നത് സിസ്റ്റത്തിൻ്റെ കുഴപ്പമില്ല. ഉണ്ടാകുന്ന വ്യതിയാനത്തിനെ തിരുത്താൻ പറ്റുന്നുണ്ടോ എന്നുള്ളതാണ് സിസ്റ്റത്തിൻ്റെ ശക്തി. ഈ സീനിയേഴ്സ് ജൂനിയേഴ്സിനെ പീഡിപ്പിക്കുന്ന ഒരു സാഹചര്യം ഏതൊരു ഓർഗനൈസേഷൻ്റെ അകത്തും ഇങ്ങനെയുള്ള റിസ്ക് ഉണ്ട്. അങ്ങനെ ഒരു സാഹചര്യം നേരിടേണ്ടി വന്നിട്ടുണ്ടോ? വന്നിട്ടുണ്ട്. വ്യത്യസ്ത സ്വഭാവങ്ങളുള്ളവർ പല ആളുകളും കൂടി ചേരുന്നതാണ് സിവിൽ സർവീസ്. അപ്പോൾ അതുകൊണ്ട് ഇത് നമ്മൾ വിചാരിക്കുന്നത് പോലെ ഒരാൾക്ക് നിയന്ത്രിച്ചു പോകാനുള്ള ഒരു സംഗതിയല്ല. ഈ അടിവെക്കുന്നതിൻ്റെ ഇടയിലും രാത്രി 12 മണി വരെയും പണിയെടുക്കുന്നവരുണ്ട്. ഓരോ ഫയലും ഒരു ജീവനല്ല, പക്ഷെ ഓരോ ഫയലും ഓരോ പ്രശ്നമാണ്. ചീഫ് സെക്രട്ടറിയുടെ കസേരയിൽ 2 മാസമായി. എങ്ങനെയുണ്ട്? നല്ല ടെൻഷനാണ്. സിനിമയൊന്നും കാണാറില്ല? സിനിമയൊക്കെ കാണും. സിനിമ കാണും, കൊറിയൻ സീരിയൽ കാണും. കുട്ടി റൊമാൻസ് എന്ന് വെച്ചാൽ എനിക്ക് വലിയ ഇഷ്ടം. ഈ മുഖത്തൊരു വോട്ടുണ്ടായാൽ നമ്മൾ വോട്ടിനെ കാണുള്ളൂ, മുഖത്തിനെ കാണൂല. കേരളത്തിൻ്റെ ഊർജ്ജസ്വലയായ ചീഫ് സെക്രട്ടറി ശാരദ മുരളീധരനാണ് നമ്മുടെ ഇന്നത്തെ അതിഥി. നമസ്കാരം ശാരദ മാം. നമസ്കാരം. ഇപ്പം ചീഫ് സെക്രട്ടറിയുടെ കസേരയിൽ 2 മാസമായി. എങ്ങനെയുണ്ട്? നല്ല ടെൻഷനാണ്. പക്ഷേ കൗൺസിൽ ഓഫ് മിനിസ്റ്റേഴ്സിൻ്റെ സെക്രട്ടറിയാണ്. ക്യാബിനറ്റ് രഹസ്യങ്ങൾ അറിയാം. വകുപ്പ് സെക്രട്ടറിമാരെയും വകുപ്പ് മേധാവികളുടെയൊക്കെ നിയന്ത്രിക്കുക, അവരെ CR എഴുതാം. രസമല്ലേ? അത്തരത്തിലുള്ളത് ഒരു രസമായിട്ടല്ല, ഒരു ഉത്തരവാദിത്തമായിട്ടാണ് കാണുന്നത്. ക്യാബിനറ്റിൽ ഇത് പോവുക ഇതിൻ്റെ നമ്മൾ ആ കൂടി ചീഫ് സെക്രട്ടറിക്ക് മാത്രമേ അതിനകത്തോട്ട് കടക്കാൻ പറ്റുള്ളൂ. അപ്പോൾ അതുകൊണ്ട് അതിൻ്റേതായിട്ടുള്ളൊരു പ്രത്യേകതയുണ്ട് ഓബിയസ്ലി. പിന്നെ വകുപ്പ് തലത്തിലുള്ള നമ്മുടെ ഇപ്പോൾ എസ്റ്റാബ്ലിഷ്മെൻറ്റ്, ഞാൻ ഇപ്പം ചീഫ് സെക്രട്ടറി തലത്തിൽ ഉള്ള എസ്റ്റാബ്ലിഷ്മെൻറ്റ് റിലേറ്റഡ് ആയിട്ടുള്ള കാര്യങ്ങൾ ഞാൻ ഇരുന്നിട്ടുള്ള പോസ്റ്റുകളെ അപേക്ഷിച്ച് നോക്കുമ്പോൾ കൂടുതലാണ്. പക്ഷേ മാഡം ഒരുപാട് അഡ്മിനിസ്ട്രേറ്റീവ് ചുമതലയുള്ള ഒരുപാട് പദവികൾ ഇരുന്നല്ലോ. അതെ, അപ്പോൾ 34 വർഷത്തെ അനുഭവം ഉണ്ടല്ലോ. ടെൻഷനുണ്ട്. ടെൻഷൻ എന്ന് പറയുമ്പോഴത്തേക്ക് കുറേ അധികം കാര്യങ്ങൾ ചെയ്യേണ്ടതായിട്ടുണ്ട്. പുതിയ കുറേ ഇഷ്യൂസും വിഷയങ്ങളും വരുന്നുണ്ട്. നമുക്ക് പലതരത്തിലുള്ള കോർഡിനേഷൻ്റെ ഉത്തരവാദിത്തങ്ങൾ വരുന്നുണ്ട്. പിന്നെ നമ്മുടെ കയ്യിലുള്ള സമയം കുറവാണ്. അപ്പോൾ അതിൻ്റെ അകത്ത് ചെയ്ത് തീർക്കണമെന്ന് ആഗ്രഹിക്കുന്ന കാര്യങ്ങൾ പ്രയോറിറ്റൈസ് ചെയ്യാൻ പറ്റുന്നുണ്ടോ എന്നുള്ള ഒരു ചെറിയൊരു വേവലാതി എപ്പോഴും മനസ്സിൻ്റെ ബാക്കിലുണ്ട്. ഇപ്പം പൊതുവെ സംഘർഷഭരിതമാണല്ലോ. ടെൻഷൻ കൂടുതലും IAS-കാരെ നിയന്ത്രിക്കുന്നതിലാണോ? അതല്ല, ഇപ്പം IAS-കാരെന്നുള്ളതല്ല, ഇപ്പം സിവിൽ സർവീസിൽ തന്നെ നമുക്ക് മൊത്തത്തിൽ ഈ സർവീസിനോടുള്ള ഒരു ഉത്തരവാദിത്വം കൂടി ഉണ്ടല്ലോ. കാരണം ചീഫ് സെക്രട്ടറിയുടെ ജോലിയാണ് ഇത് ആരെ എവിടെ ഇരുത്തുന്നു, അവരുടെ സേവന വേതന വ്യവസ്ഥകൾ നമ്മൾ നോക്കേണ്ടതുണ്ട്. നമുക്ക് ഒരു ഭാഗത്ത് എല്ലാവരുടെയും കരിയർ മുന്നോട്ട് പോവുകയും ചെയ്യണം. പക്ഷെ മറുഭാഗത്ത് നമുക്ക് ആവശ്യത്തിന് ഉദ്യോഗസ്ഥർ ഇവിടെ പലതും മാനേജ് ചെയ്യാനായിട്ടുണ്ടാകണം. അപ്പോൾ അങ്ങനെയൊക്കെ വരുമ്പോഴത്തേക്ക് ഇപ്പോഴത്തെ ഒരു ഘട്ടത്തിൽ നമുക്ക് വാസ്തവത്തിൽ ഉദ്യോഗസ്ഥർ വളരെ കുറവാണ്. അപ്പോൾ അത് കുറവാകുമ്പോഴത്തേക്കും ഉണ്ടാകുന്ന ഒരു സ്ട്രെയിൻ ഉണ്ട്. നമുക്ക് ആർക്കെങ്കിലും എന്തെങ്കിലും ഒരു അത്യാവശ്യം വരുന്നു, ലീവ് എടുക്കേണ്ടി വരുന്നു, അല്ലെങ്കിൽ ഡെപ്യൂട്ടേഷനിൽ പോകുന്നു എന്നൊക്കെ പറയുമ്പോഴത്തേക്കും നമുക്ക് ഇപ്പം നമ്മുടെ കയ്യിൽ ആവശ്യത്തിന് റിസോഴ്സസ് ഇല്ല എന്നുള്ളത്. അപ്പോൾ പിന്നെ ഒരു വളരെ ലിമിറ്റഡ് ആയിട്ടുള്ള ഒരു റിസോഴ്സസ് വെച്ചുകൊണ്ട് മാനേജ് ചെയ്യേണ്ടുന്നതിൻ്റെ ഒരു സ്ട്രെയിൻ ഉണ്ട്. 1-2 പേര് 1-2 അല്ല, 8-10 ഒക്കെ ഇത് ചെയ്യുന്നുണ്ട്. ഇപ്പം ചിലതൊക്കെ ചെറിയ പദവികളാണ്, പക്ഷെ എല്ലാം കൂടി ചേർന്ന് വരുമ്പോഴത്തേക്കും ഭാരിച്ച ഉത്തരവാദിത്തങ്ങൾ പലർക്കും ഉണ്ട്. ഞാനിപ്പോൾ സംഘർഷഭരിതമാണെന്നോ എന്ന് ചോദിച്ചത്, ഇപ്പം പത്രങ്ങളിലെല്ലാം നിറഞ്ഞിരിക്കുന്ന സംഭവം തന്നെയാണ്. 2 IAS ഉദ്യോഗസ്ഥരെ സസ്പെൻഡ് ചെയ്യേണ്ടി വന്നു. അവരോടൊക്കെ സംസാരിച്ചിരുന്നു. കേരള കാഡറിൻ്റെ ഒരു പ്രത്യേകത എന്ന് പറയുന്നത് വളരെ ഇൻഫോർമൽ ആയിട്ടുള്ളൊരു കാഡറാണ്. ഇപ്പം പല കാഡറുകളിലും ചീഫ് സെക്രട്ടറി എന്ന് പറയുന്നത് ആർക്കും അപ്പോയിൻമെൻ്റ് എടുക്കണം, ചിലപ്പോൾ വളരെ പ്രയാസമാണ് കാണാനും എടുക്കാനും ഒക്കെ. പക്ഷേ കേരളത്തിൽ ആർക്ക് വേണമെങ്കിലും എപ്പോൾ വേണമെങ്കിലും കയറി വരാം. അപ്പം എന്ന് മാത്രമല്ല, ചീഫ് സെക്രട്ടറി വിളിക്കും, തിരിച്ച് വിളിക്കാം, ഇപ്പം മെസ്സേജ് ഇടും, ഇപ്പം നമ്മൾ സംസാരിക്കും. പിന്നെ ഒരു മെൻറ്റർ മെൻറ്റി കൊളീഗ്, സീനിയർ ജൂനിയർ കൊളീഗ് എന്നുള്ള രീതിയിൽ തന്നെയാണ് ഇത് നിൽക്കുന്നത്. എന്ന് മാത്രമല്ല, ഇപ്പം
പല പ്രശ്നങ്ങൾ പലർക്കും ഉണ്ടാകും. പക്ഷേ നമ്മളൊരു കാഡർ എന്ന് പറയുമ്പോഴത്തേക്കും ഇന്നും നാളെയും ഉള്ളൊരു ബന്ധം മാത്രമല്ല, കുറേ വർഷങ്ങൾ നമ്മൾ നിലനിർത്തേണ്ട ബന്ധങ്ങളുണ്ട്. ചീഫ് സെക്രട്ടറിക്ക് നിയന്ത്രിക്കാൻ പറ്റുന്നതല്ലേ അല്ല? ഞാൻ ചോദിക്കട്ടെ, ഇപ്പോൾ എല്ലാവർക്കും നമ്മളൊരു വർക്കിൻ്റെ അകത്ത് നമ്മൾ എക്സ്പെക്റ്റേഷൻ എന്താണ് എന്നുള്ളതും കൂടി വെച്ചുകൊണ്ടാണ്, ആൻഡ് എന്തായിരിക്കണം പ്രവർത്തിക്കേണ്ടത് എന്നുള്ളത് വെച്ചുകൊണ്ടാണ് നമ്മളുടെ നിയമങ്ങളും റൂൾസും ഒക്കെ ഉണ്ടായി വരുന്നത്. അപ്പോൾ ഇപ്പോൾ റൂൾസ് ഉണ്ടായി വരുന്നതിൻ്റെ തന്നെ ഉദ്ദേശം എന്താണ്? അതിൻ്റെ അകത്ത് ആരെങ്കിലുമൊക്കെ ലംഘിക്കാനായിട്ടുള്ള താല്പര്യം ഉണ്ടാകും എന്നുള്ളത് കൊണ്ട് തന്നെയാണല്ലോ, അല്ലെങ്കിൽ അതിൻ്റെ ഉള്ള ഒരു സാഹചര്യം ഉണ്ടായേക്കാം. അപ്പം എന്താണ് ശരി എന്താണ് തെറ്റ് എന്നുള്ളത് നമ്മളെ ഓർമ്മിപ്പിക്കാനുള്ള ഒരു സംഗതിയാണ് റൂൾസ്. പക്ഷേ റൂൾസ് എന്ന് പറയുന്നത് ഇൻ്റർപ്രിട്ടേഷന് വിധേയമാണ്. അപ്പം നമ്മൾ അത് പലരും പല രീതിയിലാണ് ഇൻ്റർപ്രിറ്റ് ചെയ്യുന്നത്, വ്യാഖ്യാനിക്കുന്നത്. അപ്പോൾ ആ വ്യാഖ്യാനിക്കുന്നതിനെ ഇപ്പം നമ്മളെ സംബന്ധിച്ചിടത്തോളം പലതരത്തിലുള്ള സ്വഭാവങ്ങൾ ഉള്ളവരാണ്. ഉദ്യോഗസ്ഥരായാലും അവർ മനുഷ്യരാകുമ്പോഴത്തേക്കും പലതരത്തിലുള്ള സ്വഭാവമുണ്ട്. അപ്പോൾ ഒന്നും മിണ്ടാത്ത ആളുകളുണ്ടാകും, വളരെ നെറ്റ്വർക്ക് ചെയ്ത് നിൽക്കുന്ന ആളുകളുണ്ടാകും, ജോലി വളരെ ലൈറ്റായിട്ട് എടുക്കുന്നവരുണ്ടാകും, ജോലിയിൽ വളരെ സങ്കീർണമായിട്ട് നിൽക്കുന്നവരുണ്ടാകും, ചിലത് ധാരാളം കാര്യങ്ങൾ പക്ഷെ ഉപരിപ്ലവമായിട്ട് ചെയ്യുന്നവരുണ്ടാകും, ചിലർ വളരെ കുറച്ച് ചെയ്യുള്ളൂ പക്ഷെ ചെയ്യുന്നത് വളരെ ഭംഗിയായിട്ട് ചെയ്യുന്നു. അപ്പോൾ ഇത് വ്യത്യസ്ത സ്വഭാവങ്ങളുള്ളവർ പല ആളുകളും കൂടി ചേരുന്നതാണ് സിവിൽ സർവീസ്. അപ്പോൾ അതുകൊണ്ട് ഇത് നമ്മൾ വിചാരിക്കുന്നത് പോലെ ഒരാൾക്ക് ഇങ്ങനെ നിയന്ത്രിച്ചു പോകാനുള്ള ഒരു സംഗതിയല്ല. ഇവരുടെ എല്ലാവരുടെയും കഴിവുകളും ഇതും ഒക്കെ നമുക്ക് ഓപ്റ്റിമൈസ് ചെയ്ത് കൊണ്ടുപോകാനായിട്ട് ഉള്ള ശ്രമങ്ങൾ നിരന്തരം നടത്തിക്കൊണ്ടിരിക്കേണ്ടതാണ് തലപ്പത്തിരിക്കുന്ന ഒരാളുടെ ചുമതല. ഇപ്പൊ ഉയർന്ന സംഭവങ്ങളുടെ ശരിയും തെറ്റും എന്ത് തന്നെ ആയാലും അത് ഇന്ത്യൻ അഡ്മിനിസ്ട്രേറ്റീവ് സർവീസിന് കളങ്കം കൽപ്പിക്കുന്നതായിപ്പോയില്ലേ? അങ്ങനെ ഞാൻ പറയൂല, ഇല്ല. കാരണം ഇത് അഗൈൻ ഒന്ന് അന്വേഷണ വിധേയമായിട്ട് നിൽക്കുകയാണല്ലോ. അന്വേഷണ വിധേയമായിട്ട് നിൽക്കുന്നത് കൊണ്ട് തന്നെ ഇത് എന്താണ് അതിൻ്റെ ശരി എന്നുള്ളത് നമുക്ക് ഇപ്പോൾ കുറച്ച് കാലം എടുക്കുമ്പോഴേ മനസ്സിലായി വരുള്ളൂ. പ്രശ്നങ്ങൾ ഇന്നും ഇന്നലെയൊന്നും ഉള്ളതൊന്നുമല്ല. ഇപ്പം ഞാൻ സർവീസിനകത്ത് കയറുമ്പോഴത്തേക്ക് ഇതുപോലത്തെ പ്രശ്നങ്ങളൊക്കെ ഉണ്ട്. അപ്പം പ്രശ്നങ്ങളൊക്കെ ഉണ്ട്. അതിൽ വ്യത്യാസം എന്തെന്ന് വെച്ചാൽ പണ്ട് ഈ പ്രശ്നങ്ങളൊക്കെ നമ്മുടെ സർവീസിനകത്ത് ഒതുങ്ങി വേറൊരു മനുഷ്യനും അറിയില്ല. അത് നമ്മൾ മാനേജ് ചെയ്ത് കൊണ്ടുപോകും. ഇപ്പോൾ ഇത് മാനേജ് ചെയ്യുന്നത് മുഴുവനും തന്നെ ഒരു പൊതു സ്പേസിൽ പബ്ലിക് ഡൊമെയിനിൽ വരുന്നു. അതിൻ്റേതായിട്ടുള്ള അതുകൊണ്ടുണ്ടാകുന്ന ഒരു പ്രശ്നമുണ്ട്, ഒരു ഇമേജിൻ്റെ പ്രശ്നമുണ്ട്. അപ്പോൾ ആ ഇമേജ് എന്ന് പറയുന്നത് യാഥാർത്ഥ്യമല്ല. പലപ്പോഴും നമ്മൾ ഇത് പറയാറുണ്ട്, ഈ മുഖത്തൊരു വോട്ടുണ്ടായാൽ നമ്മൾ വോട്ടിനെ കാണുള്ളൂ, മുഖത്തിനെ കാണൂല. അപ്പം ഈ 90-99% നമ്മൾ ചെയ്യുന്ന പ്രവർത്തനം കാണാതെ പോകുന്നു എന്ന് മാത്രമല്ല, ഈ പബ്ലിക് ഡൊമെയിനിൽ തന്നെ നമ്മൾ ചെയ്യുന്ന വർക്കിൻ്റെ വളരെ ചെറിയ ഭാഗം മാത്രമേ വരുന്നുള്ളൂ. അല്ല, അത് സമ്മതിച്ചു. പക്ഷേ എങ്കിൽ പോലും ഇത്തരം സംഭവങ്ങൾ പുറത്തേക്ക് വരുമ്പോൾ ഇപ്പം ഒരു ഉയർന്ന ഉദ്യോഗസ്ഥനെ പരസ്യമായിട്ട് പബ്ലിക്കിന്റെ മുന്നിൽ അല്ലെങ്കിൽ ഫേസ്ബുക്ക് ഉൾപ്പെടെയുള്ള സോഷ്യൽ മീഡിയയിലൂടെ അപകീർത്തിപ്പെടുത്തുന്നത് ശരിയായ നടപടിയാണോ? അതൊരു ഫ്രീഡം ഓഫ് എക്സ്പ്രഷനായി കാണാൻ പറ്റും? അല്ല, ഏതൊരു അന്വേഷണ വിധേയമായിട്ടിരിക്കല്ലേ. അപ്പം അത്തരം ചോദ്യങ്ങളിലേക്ക് ഞാൻ ഇത് പോകുന്നില്ല. പറയാനുള്ളത്, ഇപ്പം ഓബ്വിയസ്ലി സർക്കാരിൻ്റെ നിലപാട് എന്താണ് എന്നുള്ളത് മനസ്സിലായല്ലോ. അതുകൊണ്ട് തന്നെയാണല്ലോ ഇപ്പം ഈ ഓഫീസറിന് സസ്പെൻഷൻ വന്നിട്ടുള്ളത്. ഇക്കാര്യത്തിൽ അന്വേഷണം ഉണ്ടോ തുടർന്ന്? അല്ല, ഇത് ഇപ്പം ഇനി മെമ്മോ ഓഫ് ചാർജസ് ഉണ്ടാകും. മെമ്മോ ഓഫ് ചാർജസ് കഴിഞ്ഞാൽ അന്വേഷണം ഉണ്ടാകും. അന്വേഷണത്തിൻ്റെ അടിസ്ഥാനത്തിൽ ഇദ്ദേഹത്തിന് എക്സ്പ്ലനേഷൻ, അദ്ദേഹത്തിൻ്റെ വശം പറയാനും അത് ജസ്റ്റിഫൈ ചെയ്യാനും ഉള്ള അവസരമുണ്ടാകും. അതിന് മേളിൽ അന്വേഷണവും പ്രസൻറ്റിങ് ഓഫീസറും ഒക്കെ ഉണ്ടാകും. അപ്പോൾ ഒരു ദീർഘമായിട്ടുള്ളൊരു പ്രോസസ്സുണ്ട്. ആ പ്രോസസ്സ് കാരണം നമ്മൾ എന്തൊക്കെ പറഞ്ഞിരുന്നാലും ഈ ഒരു റൈറ്റ് ടു ഡിഫെൻഡ് വൺ സെൽഫ് ആൻഡ് റൈറ്റ് ടു ബി ഹേർഡ്, അതെല്ലാം കൂടി നമുക്ക് നമ്മുടെ ഒരു വ്യവസ്ഥ അനുവദിക്കുന്ന എല്ലാ പ്രൊട്ടക്ഷനും എല്ലാ അന്വേഷണ വിധേയരായിട്ടുള്ള ഉദ്യോഗസ്ഥരായാലും മറ്റുള്ളവരായാലും അപ്പം അത് ലഭിക്കും. അതിൻ്റെ ബേസിസിൽ പക്ഷേ ഫൈൻഡിങ് വന്നു കഴിഞ്ഞാൽ തീരുമാനങ്ങൾ ഉണ്ടാവുകയും ചെയ്യും. അല്ല, ഇതിൻ്റെ അത് ഞാൻ കൂടുതൽ മെറിറ്റിലേക്ക് കടക്കുന്നില്ല. പക്ഷേ സർക്കാർ ഒരു നടപടി സ്വീകരിച്ചു കഴിഞ്ഞു. ഇപ്പോൾ ഓൾറെഡി ഇപ്പം സസ്പെൻഷനിലാണ്. പിന്നെ മാഡം പറഞ്ഞ പോലെ അന്വേഷണം ഉണ്ടാകും. പക്ഷേ ഈ ഒരു തീരുമാനം എടുത്തതിന് ശേഷം
അതിനെ പരിഹസിക്കുന്നത് മൈറ്റ് ഓഫ് ദി സ്റ്റേറ്റിനെ ചലഞ്ച് ചെയ്യുന്നതിന് തുല്യമല്ലേ? മൈറ്റ് ഓഫ് ദി സ്റ്റേറ്റ് അല്ല, സ്റ്റേറ്റിന്റെ പരമാധികാരം. സ്റ്റേറ്റിൻ്റെ ഇപ്പം നമ്മളിത് ചെയ്യുമ്പോൾ സസ്പെൻഷൻ എന്ന് പറയുന്നത് ഒരു നടപടിയാണ്. മെമ്മോ ഓഫ് ചാർജസ് ഇഷ്യൂ ചെയ്യുമ്പോഴത്തേക്കും എല്ലാം നമ്മൾ ഇതിൻ്റെ അകത്ത് ഇതുമായിട്ട് ബന്ധപ്പെട്ട് വരുന്ന എല്ലാ കാര്യങ്ങളും ശ്രദ്ധയിൽ വരും. ഇപ്പം നമുക്ക് ഇപ്പം ഞാൻ പറഞ്ഞില്ലേ, ഒരു പലതരത്തിൽ വ്യക്തികളുണ്ട്, പല രീതിയിലായിരിക്കും പ്രതികരിക്കുന്നത്. പ്രതികരണം നമ്മുടെ കയ്യിൽ ഒതുങ്ങുന്നതല്ല, നടപടി നമ്മുടെ കയ്യിൽ നിൽക്കുന്നതാണ്. അത് എല്ലാവർക്കും ഒരു മെസ്സേജാണ്. പിന്നെ എന്താകാം എന്തായിക്കൂടാ എന്നുള്ളതിനെ സംബന്ധിച്ചിട്ടുള്ള മെസ്സേജാണ്. ആ മെസ്സേജിനെ ഉൾക്കൊള്ളാനായിട്ട് നമുക്ക് സാധിക്കണം. അപ്പം ശിക്ഷ കിട്ടിയാൽ അത് സ്വീകരിക്കാത്ത ആളുകളുണ്ട്. ഇത് എക്സോണറേറ്റ് ചെയ്ത് പെട്ടാൽ അത് പോരാന്ന് വിചാരിക്കുന്നവരുണ്ട്. അപ്പോൾ അത് ഇപ്പം ഓരോരുത്തരുടെ സ്വഭാവത്തിനെ നമുക്ക് നിയന്ത്രിക്കാനായിട്ട് പറ്റില്ല. ഇതിന്റെ അത് ആരുടെ ഭാഗത്താണ് ശരി, ആരുടെ ഭാഗത്താണ് തെറ്റെന്നുള്ള അന്വേഷിച്ച് കണ്ടുപിടിക്കുന്നത്. പക്ഷെ എങ്കിൽ പോലും ഇപ്പൊ വാറോല എന്നൊക്കെ പറയുന്നത്, അതാ ഞാൻ ചോദിച്ചത്. ഇപ്പൊ ഒരു സർക്കാർ ഒരു ഓർഡർ അനുസരിച്ച് ഒരു നടപടി സ്വീകരിക്കുമ്പോൾ അതിന്റെ ഭാഗമായിട്ട് അതിനെ പരിഹസിക്കുന്നത് ഉചിതമാണ്. കാരണം ജനം നോക്കുന്നുണ്ടല്ലോ. പരിഹാസം എന്ന് പറയുന്നത് പലപ്പോഴും ഒരു ടൂളാണ്. അത് ഈ സെറ്റയർ എന്ന് പറയുന്നത് ചില സത്യങ്ങളും അപ്രിയ സത്യങ്ങളൊക്കെ കൊണ്ടുവരുന്നതിനുള്ള ടൂളാണ്. പക്ഷെ മറുഭാഗത്ത് നമുക്ക് ഒരു വ്യക്തി ഹത്യ ചെയ്യുന്നതിനുള്ള ടൂളുമാണ്. എന്താണിത് എന്നുള്ളത് ഇന്നത്തെ നിലയ്ക്ക് ഞാൻ അതിനകത്തോട്ട് കടക്കുന്നില്ല. പൊതുവെ ഇപ്പം മാഡത്തിന് ഇപ്പം 34 വർഷത്തിലധികം സർവീസ് ഉണ്ടെന്നു. ഈ സീനിയേഴ്സ് ജൂനിയേഴ്സിനെ പീഡിപ്പിക്കുന്ന ഒരു സാഹചര്യം ഈ ഒരു ഇഷ്യൂ മാത്രം വെച്ചിട്ടല്ല, അങ്ങനെ ഒരു വലിയ ആരോപണം ഉയർന്നു വന്നിട്ടുണ്ട്. ഇതിൽ ഒരാൾ അങ്ങനെ ഒരു ആരോപണം ശക്തമായിട്ട് ഉന്നയിക്കുന്നുമുണ്ട്. അത്തരം സംഭവങ്ങളുണ്ടോ? ഏതൊരു ഓർഗനൈസേഷൻ്റെ അകത്തും ഇങ്ങനെയുള്ള റിസ്ക് ഉണ്ട്. അത് IAS ആയാലും ശരി, IPS ആയാലും ശരി, IFS ആയാലും ശരി, എന്തിന് മീഡിയ ആയാലും ശരി, അത് ഇപ്പം ഞാൻ പറയാതെ തന്നെ നിങ്ങൾക്കറിയാം. അത് ഏതൊരു ഇതിൻ്റെ അകത്തും നമ്മൾ പല തരത്തിലുള്ള അധികാര തട്ടുകളുണ്ടെങ്കിൽ നമുക്ക് ആ തട്ടുകളിൽ ചിലപ്പോൾ ഹാരസ്മെൻറ്റിൻ്റെയൊക്കെ സാധ്യത ഉണ്ടാകും. അങ്ങനെ ഒരു സാഹചര്യം നേരിടേണ്ടി വന്നിട്ടുണ്ടോ? എനിക്ക് പേഴ്സണലായിട്ട് എനിക്ക് നേരിടേണ്ടി വന്നിട്ടുണ്ട്. ഇപ്പൊ ഈ കേരളത്തിൽ തന്നെ ഇവിടെ ഈ ദ്വന്ദ്വയുദ്ധം എന്ന് പറയാൻ വേണമെങ്കിൽ IAS-കാർക്കിടയിലുള്ള ശീതസമരങ്ങൾ, ഒരു ചീഫ് സെക്രട്ടറിയുടെ പേരിൽ പോലും നടപടിയെടുത്ത നാടാണ്. ചീഫ് സെക്രട്ടറി സസ്പെൻഡ് ചെയ്യപ്പെട്ടിട്ടുണ്ട്. അതിൽ ഈ കാലം ഇപ്പം അന്നൊക്കെ ഈ മാഡം നേരത്തെ പറഞ്ഞ പോലെ ഇതൊന്നും പബ്ലിക് ഡൊമൈനിലേക്ക് വളരെ അപൂർവമായിട്ട് ചർച്ചാ വിഷയമാവുന്നില്ല. 24 hours അണ്ടർ വാച്ച് ആണ്. അന്നേരം ആ ഒരു ബോധം ഇത്തരം പദവികൾ വഹിക്കുന്ന അല്ല, നമ്മൾ അതിൻ്റെ ഒരു പ്രശ്നം വെച്ചാൽ ഒരു ഭാഗത്ത് 24/7 ഇതുണ്ട്, മറുഭാഗത്ത് നമ്മുടെ ഇൻഫർമേഷൻ കമ്മ്യൂണിക്കേഷൻ ചാനൽസൊക്കെ വളരെ ഇൻഫോർമലായിട്ടുണ്ട്. അപ്പം നേരത്തെ ഉണ്ടായിരുന്ന ഒരു കോഡും സ്വഭാവമല്ല ഇപ്പോഴത്തെ ഒരു സ്വഭാവം. അപ്പം കാലത്തിനൊത്ത് നമ്മൾ മാറുകയും വേണം. ഇപ്പം നമുക്ക് പഴയത് പിടിച്ചുകൊണ്ടിരിക്കാനായിട്ട് പറ്റില്ല, അതും ഒരു വാസ്തവമാണ്. പക്ഷെ അതേ സമയത്ത് നമുക്ക് ഈ എന്തൊരു വിഷയത്തിനും ഒരു സ്ട്രക്ചർ ഉണ്ടാകുന്നതിനൊരു കാരണമുണ്ട്. ആ സ്ട്രക്ചർ ഇല്ലെങ്കിൽ അത് കെയോസിലോട്ട് മാറാൻ പറ്റും. അപ്പം കെയോസ് ഉണ്ടാകുക എന്നുള്ളത് ഒരു തരത്തിലും അഭികാമ്യമല്ല. ഇങ്ങനൊരു സംഭവം അൺഫോർച്ചുനേറ്റ് ആണെന്നുള്ളൊരു വ്യൂ ഉണ്ടോ മാഡം? അത് തീർച്ചയായിട്ടും ഉണ്ട്, നിർഭാഗ്യകരമാണ്. ഇപ്പോൾ കഴിഞ്ഞ അസംബ്ലിയിൽ ചീഫ് മിനിസ്റ്റർ പറഞ്ഞ ഒരു കാര്യം എന്ന് പറഞ്ഞാൽ 3 ലക്ഷത്തിലധികം ഫയലുകൾ ഇവിടെ കെട്ടിക്കിടക്കുന്നുണ്ടെന്നാണ്. അന്നേരം ജനം നോക്കുമ്പം ഫയലുകൾ കെട്ടിക്കിടക്കുന്നുണ്ട്. CM വേറൊരു കാര്യം പലതവണ പറഞ്ഞിട്ടുള്ളതാണ്, ഓരോ ഫയലും ഓരോ ജീവിതമാണെന്ന്. അന്നേരം ജനം നോക്കുമ്പോൾ ഈ ഫയലുകൾ കെട്ടിക്കിടക്കുന്നു, ഉന്നത പദവിയിലിരിക്കുന്നവർ തമ്മിൽ ഏറ്റുമുട്ടുന്നു. എന്ത് വിചാരിക്കും? ഇത് രണ്ടും ഇപ്പം കൂട്ടിക്കുഴപ്പിക്കരുത്. കാരണം ഈ അടിവെക്കുന്നതിൻ്റെ ഇടയിലും രാത്രി 12 മണി വരെയും പണിയെടുക്കുന്നവരുണ്ട്. അപ്പോൾ അതുകൊണ്ട് അടിവെക്കുന്നതിൻ്റെ ഇടയിൽ തന്നെ അടിയും വെക്കുമായിരിക്കും. ഇപ്പം പല കാര്യങ്ങളെ സംബന്ധിച്ച് പല കാര്യങ്ങളെ സംബന്ധിച്ച് വളരെ ശക്തമായിട്ടുള്ള അഭിപ്രായങ്ങളുണ്ടാകും, അഭിപ്രായ വ്യത്യാസമുണ്ടാകും. അത് ഇപ്പം ഗ്രൂപ്പിൻ്റെ അകത്തും നമ്മുടെ പല ഇൻഫോർമൽ ഗ്രൂപ്പുകളും ഉണ്ട്. ഗ്രൂപ്പുകളകത്ത് ഈ അഭിപ്രായ വ്യത്യാസങ്ങളൊക്കെ വളരെ ശക്തമായിട്ട് ഇത് ചെയ്യുമ്പോൾ, പക്ഷെ അതിൻ്റെ കൂട്ടത്തിൽ തന്നെ നമ്മൾ കാണുന്നത് ജോലി ചെയ്യുന്നുണ്ട്. അപ്പോൾ ഈ അഭിപ്രായം പലപ്പോഴും ഈ അഭിപ്രായ വ്യത്യാസത്തിൽ കൂടിയാണ് നമ്മൾ വളരുകയും ചെയ്യുന്നത്. നമ്മൾ മറ്റുള്ളവരുടെ വ്യൂസ് അറിയാനും തിരിച്ചറിയാനും ഉൾക്കൊള്ളാനുമായിട്ട് പഠിക്കുന്നത്.
അല്ലെങ്കിൽ അങ്ങനെ ഉണ്ടാകുന്ന വ്യൂസിനെ നമ്മൾ നേരിടുന്ന എങ്ങനെ എന്ന് മനസ്സിലാവുന്നത്. അതുകൊണ്ട് അഭിപ്രായ വ്യത്യാസങ്ങൾ ഒരു പ്രശ്നമല്ല. അത് ജോലിയെ ബാധിക്കേണ്ട കാര്യമില്ല. അത് പലപ്പോഴും ജോലിക്ക് സഹായകവുമായിരിക്കും. കാരണം നമ്മൾ അതിൽ കൂടിയാണ് ഞാൻ തന്നെ എൻ്റെ അഭിപ്രായം ഞാൻ മനസ്സിലാക്കുന്നതിന് എത്രത്തോളം തവണ മാറ്റിയിട്ടുണ്ട്. അത് എനിക്ക് അപ്രിയമായിട്ടുള്ള കാര്യങ്ങൾ കേൾക്കേണ്ടി വന്നതുകൊണ്ട് മാറ്റിയിട്ടുണ്ട്. അപ്പോൾ എത്രത്തോളം അപ്രിയമാകുന്നു അത്രത്തോളം നമ്മുടെ സ്വഭാവം നമ്മൾ ചെയ്യുന്നതിൽ ഉണ്ടാകുന്ന നമ്മുടെ ഒരു വീക്ഷണത്തിൻ്റെ ഇതിനെ പലപ്പോഴും നമുക്ക് തന്നെ ചാലഞ്ച് ചെയ്യാൻ പറ്റണം. അങ്ങനെ മാറാൻ തയ്യാറാകുന്നതാണ് ഒരു നല്ല ഉദ്യോഗസ്ഥർ എന്നെനിക്ക് തോന്നുന്നു. നമ്മൾ ഒരു നിലപാടിൽ ശക്തമായിട്ട് നിൽക്കാൻ പാടില്ല. കാരണം കാലം മാറുന്നു, ഡിമാൻഡ് മാറുന്നു, സ്വഭാവം മാറുന്നു. എവിടെയാണോ നിൽക്കുന്നത് ആ പോയിന്റ് ഓഫ് ടൈമിൽ ഏതാണ് ഏറ്റവും അനുയോജ്യമായിട്ടുള്ള രീതി, ആ രീതിയിൽ പ്രവർത്തിക്കാനായിട്ട് നമ്മൾക്കുണ്ടാവണം. പണ്ടൊക്കെ ആണെങ്കിൽ ചീഫ് സെക്രട്ടറിമാരെ ചുറ്റിപ്പറ്റി, അതായത് ചീഫ് സെക്രട്ടറിയെ അനുകൂലിക്കുന്നവരും ചീഫ് സെക്രട്ടറിക്ക് ഒപ്പം നിൽക്കാത്തവരും തമ്മിലുള്ള ഗ്രൂപ്പുകളായിരുന്നു. പക്ഷെ ഇപ്പൊ അങ്ങനെ കേൾക്കുന്നില്ല. എന്തായാലും അതുണ്ടാവില്ല. പണ്ട് അങ്ങനെ ഉണ്ടായിരുന്നു. കാരണം അധികാര കേന്ദ്രം എപ്പോഴും ചീഫ് സെക്രട്ടറിയിലോട്ടാണല്ലോ. അത് ശരിയാണ്. പക്ഷേ ഇപ്പം അത് ഉണ്ടാകാതിരിക്കാൻ അത് ഇല്ലാതാകുന്നത് എപ്പോഴാണ്? നമ്മൾ ചീഫ് സെക്രട്ടറി എന്നുള്ളതൊരു വ്യക്തിയിൽ നിന്ന് മാറിയിട്ടൊരു സിസ്റ്റം ആകുമ്പോഴാണ്. ജില്ലാ അഡ്മിനിസ്ട്രേഷനും സിസ്റ്റമാണ്. അപ്പം വ്യക്തിക്ക് അതിൻ്റേതായിട്ടുള്ള ഒരു പ്രഭാവം ഉണ്ടാകും സിസ്റ്റത്തിൻ്റെ മേളിൽ. പക്ഷേ സിസ്റ്റം ഒരു എസ്റ്റാബ്ലിഷ് സിസ്റ്റം വന്നു കഴിഞ്ഞാൽ പിന്നെ അതിനെ അത് ഒലയാത്തിടത്തോളം കാലം ഇപ്പം ആര് വന്നിരുന്നാലും അതിൻ്റെ ഒരു നിഷ്പക്ഷത നിലനിർത്തിക്കൊണ്ട് പോകാനായിട്ട് പറ്റും. ഇപ്പം ഈ വിഷയം ഇപ്പോൾ സ്വാഭാവികമായിട്ടും സംസ്ഥാനത്തെ സംബന്ധിച്ചിടത്തോളം ഗൗരവമേറിയ ഒരു വിഷയമാണല്ലോ. അക്കാര്യത്തിൽ മുഖ്യമന്ത്രി ഈ വിഷയത്തിൽ സജീവമായ ചർച്ച ചെയ്തിട്ടുണ്ടാവുമല്ലോ അല്ലേ? ഉറപ്പായിട്ടും. അതെ, ഇപ്പം അദ്ദേഹത്തിൻ്റെ ശ്രദ്ധയിലുണ്ട്. നമ്മൾ എന്താണ് ഇത് പരിഹാരം? നമുക്ക് ഇപ്പം ഫോൾട്ട് ലൈൻസ് എത്രത്തോളമാണ് ഉണ്ടായി വന്നിട്ടുള്ളത് എന്നുള്ളത് മനസ്സിലാക്കാൻ അദ്ദേഹം ശ്രമിക്കുന്നുണ്ട്. അൾട്ടിമേറ്റ്ലി നമ്മളെ സംബന്ധിച്ചിടത്തോളം നമ്മുടെ ഗവർണൻസ് മുന്നോട്ട് കൊണ്ടുപോകണം. ഇത് നമ്മൾ ചെയ്യുന്ന പ്രവർത്തനത്തിന് അത് ഹാനികരമാകുന്ന വിധത്തിൽ ബാധിക്കരുത്. എല്ലാവരും അവരുടെ ഉത്തരവാദിത്തങ്ങളും മുന്നോട്ട് കൊണ്ടുപോകാനായിട്ട് സാധിക്കണം. പിന്നെ അത് ചെയ്യണമെങ്കിൽ തന്നെ നമുക്കൊരു രമ്യത സംവിധാനത്തിനകത്തുണ്ടാകണം. അത് നിലനിർത്തുകയും വേണം. പക്ഷെ അതേ സമയത്ത് നമ്മൾ ആ രമ്യത നിലനിർത്തുമ്പോൾ തന്നെ നമ്മുടെ ഡിസിപ്ലിൻ കളിച്ചുകൊണ്ടും നമുക്കത് ചെയ്യാൻ പറ്റില്ല. പ്രത്യേകിച്ചും IAS ഓഫീസേഴ്സ് ഗവൺമെന്റിന്റെ റെപ്രസെന്റേറ്റീവ്സ് ആണ്. പ്രത്യേകിച്ച് കേരളത്തിൽ ഇപ്പോഴത്തെ സാഹചര്യത്തിൽ ഒരു ഉപതെരഞ്ഞെടുപ്പ് നടക്കുന്നുണ്ട്. എന്നാൽ ഇത്തരം അവരുടെ ഓരോരോ ഇൻഡിവിജ്വൽസ് ആണെങ്കിലും അവരുടെ പ്രവൃത്തികൾ മൊത്തത്തിൽ ബാധിക്കുന്ന ഗവൺമെന്റിനെ അല്ലേ? പാടില്ല. ഗവൺമെൻറ് ഒരു വ്യക്തിയായിട്ട് തന്നെയാണ് നമ്മൾ കാണേണ്ടത്. വ്യക്തി സിസ്റ്റം അല്ലല്ലോ. സിസ്റ്റം വ്യക്തിയും സിസ്റ്റമായിട്ട് കൺഫ്ലിക്റ്റ് ചെയ്യരുത്. അത് ചെയ്യുന്നത് തെറ്റാണെന്നാണ് എൻ്റെ അഭിപ്രായം. വ്യക്തിക്ക് ഉത്തരവാദിത്വം ഉണ്ടല്ലോ, അവർ പ്രതിദാനം ചെയ്യുന്ന ജോബിന്റെ അടിസ്ഥാനത്തിൽ. അതെ. അപ്പോൾ അത് ഇന്നല്ല, ഇന്നലെയല്ല, മെനിഞ്ഞാന്നല്ല, നാളെയല്ല, മറ്റന്നാളല്ല. അപ്പോൾ അതിൽ നിന്നിട്ട് വ്യതിയാനങ്ങൾ ഉണ്ടാകും. ആ വ്യതിയാനങ്ങൾ ഉണ്ടാകുമ്പോഴത്തേക്കും അത് തിരുത്തുക എന്നുള്ളതാണ്. ഒരു വ്യതിയാനം ഉണ്ടാകുന്നത് സിസ്റ്റത്തിൻ്റെ കുഴപ്പമില്ല. ഉണ്ടാകുന്ന വ്യതിയാനത്തിനെ തിരുത്താൻ പറ്റുന്നുണ്ടോ എന്നുള്ളതാണ് സിസ്റ്റത്തിൻ്റെ ശക്തി. ഇപ്പോൾ ഫയലുകളുടെ കാര്യം പറഞ്ഞു. ഇപ്പം മാഡം വളരെ കുടുംബശ്രീ തൊട്ട് ഈ തദ്ദേശ സ്വയംഭരണത്തിൻ്റെ ചുമതല വഹിക്കുന്നതിലടക്കം ഏറ്റവും കൂടുതൽ ജനങ്ങളോട് ഏറ്റവും അവർക്ക് ആവശ്യമായിട്ടുള്ള കാര്യങ്ങൾ ചെയ്യുന്നതിന് ഈ സർവീസിലുടനീളം പരിശ്രമിക്കുകയും പല കാര്യങ്ങളും നടപ്പിലാക്കുകയും ചെയ്ത ഒരു ഓഫീസറാണ്. എന്നാൽ ഇപ്പോൾ ഈ ഫയലുകൾ നീങ്ങുന്ന കാര്യത്തിൽ എന്തെങ്കിലും പുതിയതായിട്ട് ഈ ഫയലുകളുടെ നീക്കം വേഗത്തിലാക്കാൻ എന്തെങ്കിലും പുതിയ സംവിധാനമുണ്ടോ, അതോ നിലവിലുള്ള സംവിധാനം തുടരുകയാണ്? നിലവിലുള്ള സംവിധാനങ്ങൾ തന്നെയാണ് തുടരുന്നത്. ഇപ്പോൾ പ്രധാനമായിട്ടും നമ്മൾ നോക്കുന്നത് ഇപ്പം കേരളത്തിൽ ഇപ്പോൾ ഈസ് ഓഫ് ഡൂയിങ് ബിസിനസ്സിൽ ആക്ച്വലി 1ാം സ്ഥാനത്തെത്തി. എന്തുകൊണ്ടെത്തി എന്ന് ചോദിച്ചാൽ, ഇപ്പം കേരളത്തിനെ കുറിച്ച് നമ്മുടെ കേരളത്തിൻ്റെ പ്രതിച്ഛായ നമ്മൾ കാലികമായിട്ട് അത്തരത്തിലുള്ള ഒരു ഇമേജ് അല്ല കേരളത്തിനുള്ളത്. പക്ഷേ ഇത് എങ്ങനെ എത്തി എന്ന് ചോദിച്ചു കഴിഞ്ഞാൽ, ബേസിക്കലി ഒരു ഡിജിറ്റൽ ഇൻഫ്രാസ്ട്രക്ചർ കൊണ്ടുവരുന്നതിൽ കേരളം വളരെയധികം മുന്നോട്ട് പോയിട്ടുണ്ട്. മറ്റ് സംസ്ഥാനങ്ങളെ അപേക്ഷിച്ച് പല മേഖലകളിലും ഈ ഡിജിറ്റൽ ഇൻഫ്രാസ്ട്രക്ചർ കൊണ്ടുവരുന്നതിനുള്ള നടപടികൾ എടുത്തിട്ടുണ്ട്. ഡിജിറ്റൽ ഇൻഫ്രാസ്ട്രക്ചർ ഇപ്പോൾ കൊണ്ടുവരുന്നതിൻ്റെ സർവീസസ് ഒക്കെ ഡിജിറ്റൽ ആകുന്നതിൻ്റെ ഗുണം എന്താണ്? ഒന്ന് സ്പീഡ്.
2 അഴിമതി, ഇപ്പം 3 സൗകര്യം, ഇപ്പം നമുക്ക് വ്യക്തതയുണ്ടാകുന്നു. നമ്മൾ ഈ ഫയലെന്ന് പറയുന്നത് ഓരോ ഫയലും ഒരു ജീവനല്ല, പക്ഷെ ഓരോ ഫയലും ഓരോ പ്രശ്നമാണ്. അപ്പം ഇപ്പം ഡിജിറ്റൽ ഇൻഫ്രാസ്ട്രക്ചറിനെ സംബന്ധിക്കുന്ന ഫയല് എന്ന് പറയുന്നതിൻ്റെ അകത്ത് ഒരു വ്യക്തിയല്ല, ഒരുപക്ഷെ 10,000-കണക്കിന് വ്യക്തികൾ ഉണ്ടാകും അതിൻ്റെ പിന്നാലെ. പക്ഷേ നമ്മൾ ചെയ്യുമ്പോൾ നമ്മൾ കാണുന്നത് ഒരു ഇൻഫ്രാസ്ട്രക്ചറിൻ്റെ ടെക്നിക്കൽ സൊല്യൂഷൻ കണ്ടെത്തുക എന്നുള്ള രീതിയിലാണ്. അതെ, അതൊക്കെ ഉണ്ട്. അപ്പം ഞാനത് ഇതേട്ടെ. അപ്പോൾ ഒന്ന്, ഈ ഡിജിറ്റൽ ഇൻഫ്രാസ്ട്രക്ചർ ഉണ്ടായി വരുന്നതുകൊണ്ട് തന്നെ സേവനങ്ങൾ ഇതാകുമ്പോൾ പലതരത്തിൽ ഈ സേവനങ്ങളുടെ പേരിലുള്ള ഫയലും പ്രവർത്തനങ്ങളും ഒക്കെ ലിമിറ്റ് ചെയ്യും. അത് കുറേയൊക്കെ നമുക്ക് ഓട്ടോമേറ്റ് ചെയ്യാനായിട്ട് പറ്റും. അപ്പം അങ്ങനെ തന്നെ നമുക്ക് ഈ നമ്മുടെ ഒരു മൊത്തത്തിലുള്ള നമ്മുടെ പ്രവർത്തനത്തിന് മെച്ചപ്പെടുത്താൻ പറ്റും. മാനുവൽ ഫിസിക്കൽ ഫയലുകളാകുമ്പോൾ എത്ര ഫയലാണ് ഏത് പ്രധാനപ്പെട്ടത് എന്നൊന്നും നമുക്ക് തിരിച്ചറിയാനായിട്ട് പറ്റില്ല. ഇത് വളരെ ക്ലിയർ ആയിട്ട് അറിയാൻ പറ്റും. ആരുടെയെങ്കിലും കയ്യിൽ പെൻഡൻസിയും വിവരങ്ങളൊക്കെ കൃത്യമായിട്ട് അറിയാനായിട്ട് ഈ ഗവർണൻസ് നമുക്ക് ഇപ്പോൾ നമ്മൾ ഓരോ മാസവും ചീഫ് സെക്രട്ടറിയുടെ കോൺഫറൻസിൽ സെക്രട്ടറിമാർ നമ്മളത് വിലയിരുത്തുന്നുണ്ട്, എത്രയാണ് ഇത് വന്നിട്ടുള്ളത്. അപ്പം സെക്രട്ടേറിയറ്റ് പൂർണ്ണമായിട്ടുണ്ട്, HODs ആയിട്ടുണ്ട്, അതിൻ്റെ സബ് ഓഫീസുകൾ ആയിക്കൊണ്ടിരിക്കുന്നു. അപ്പം അത് പല ഓഫീസുകളും പൂർണ്ണമായിട്ട് ആയിട്ടുണ്ട്. അപ്പോൾ അതുകൊണ്ട് തന്നെ നമുക്ക് അങ്ങനെ കൊറിയിട്ട് നിൽക്കുന്നു എന്നുള്ളത് കിട്ടുമ്പോൾ അറിയാൻ പറ്റും, നടപടിയെടുക്കാൻ പറ്റും. ഈ സംഗതി നമ്മൾ ഇപ്പോൾ വളരെ പെട്ടെന്ന് തന്നെ പരിഹരിക്കാനായിട്ട് സാധിക്കും ഫയലുകളുടെ. പക്ഷെ നമ്മൾ ഓർക്കേണ്ടുന്നത് ഇപ്പം തദ്ദേശ ഭരണ വകുപ്പിലെ സെക്രട്ടറി ഒരു ദിവസം ഫയലുകൾ തീർക്കുമ്പോൾ അടുത്ത ദിവസം ഇപ്പം പൂർണ്ണമായിട്ട് ഇത് ബ്ലാങ്ക് ആക്കുമ്പോഴത്തേക്കും അടുത്ത ദിവസം 80 ഫയലുകൾ കാണും. അപ്പം ലോഡ് എന്ന് പറയുന്നത്, ആൻഡ് ഈ തദ്ദേശ ഭരണ വകുപ്പ് സെക്രട്ടറിക്ക് വേറെയും ചുമതലയുണ്ട്, അവിടെയുമുണ്ട് ഒരു 60-70 ഫയലുകൾ. അപ്പം ഈ ഫയലുകളുടെ ബാഹുല്യം വരുമ്പോഴത്തേക്കും നമ്മൾ ഓർക്കേണ്ടത് ഫൈനലി നമ്മളും ഹ്യൂമനാണ്. ഇത്രയൊക്കെ അല്ല, അതിൻ്റെ സ്ട്രെസ്സല്ല, നമ്മൾ ഇപ്പോൾ ഒന്ന് ശ്രദ്ധ ഇപ്പം ഈ ഫയലുകളിൽ തന്നെ ഇപ്പം ഇറ്റ് ഇസ് നോട്ട് ആസ് ഒരു ഫയൽ തുറന്നാൽ നമുക്ക് നമ്മുടെ കയ്യിൽ ഉത്തരമുണ്ട്, ആ ഉത്തരം എഴുതിയെടുക്കാൻ പറ്റുന്നതൊന്നും ആയിരിക്കണം എന്നില്ല. നമുക്ക് അന്വേഷിക്കേണ്ടതായിട്ടുണ്ട്, ആലോചിക്കേണ്ടതായിട്ടുണ്ട്. അപ്പം പലതും ഇപ്പം അത്തരത്തിലുള്ള ഒരു സ്ട്രെയിൻ എപ്പോഴും ഉണ്ടാകും. സെക്രട്ടേറിയറ്റിൽ ഈ കാര്യങ്ങൾ ഈ പറഞ്ഞ പോലെ മെച്ചപ്പെട്ടിട്ടുണ്ടായിരിക്കാമെങ്കിലും റവന്യൂ വകുപ്പിലേക്ക് താഴോട്ട് ഇറങ്ങി നോക്കുമ്പോൾ ഇപ്പോൾ ഒരുപാട് ഈ വിരൽത്തുമ്പിൽ സേവനം എന്ന് പറയുന്നുണ്ടെങ്കിലും അതിന്റെ നെഗറ്റീവ് വശം എന്ന് പറയുന്നത് വെച്ച് നമുക്ക് ചോദ്യം ചോദിക്കാൻ പറ്റില്ല. കാരണം പാവപ്പെട്ട ആൾക്കാർക്ക് ഒരുപാട് ബുദ്ധിമുട്ടുണ്ട് ഇതിന്റെ ഒരു ആക്സസ് ചെയ്യാനും പറ്റും. പക്ഷെ ഇതൊക്കെ ആണെങ്കിൽ ഏറ്റവും കൂടുതൽ വാർത്ത വരുന്നത് റവന്യൂ വകുപ്പിലെ അഴിമതിയെ കുറിച്ചാണ്. അല്ല, ഇപ്പം അഴിമതി അതുകൊണ്ട് തന്നെ നമ്മൾ റവന്യൂ വകുപ്പിൻ്റെ ഈ ഓഫീസ് ആകുന്നത് വില്ലേജ് ഓഫീസുകൾ വരെ എത്രത്തോളം ആകുന്നുണ്ടെന്നുള്ളത് സ്പെസിഫിക് ആയിട്ട് തന്നെ നമ്മൾ മോണിറ്റർ ചെയ്യുന്നുണ്ട്. കാരണം ഈ സിസ്റ്റം ഡിജിറ്റൽ ആകുമ്പോഴത്തേക്കും അതിൻ്റെ അകത്ത് ഉള്ള ഒരു തെറ്റ് കൊണ്ടുവരാനും അഴിമതി കൊണ്ടുവരാനും ആയിട്ടുള്ള സാധ്യത നമുക്ക് ഗണ്യമായിട്ട് കുറയ്ക്കാൻ പറ്റും. ലാൻഡ് റെക്കോർഡ്സ് ഒന്ന് സെറ്റായാൽ ഭയങ്കരമായിട്ടുള്ളൊരു മാറ്റം വരുന്നു. ആ ലാൻഡ് റെക്കോർഡ് സെറ്റാക്കുന്നതിന് വേണ്ടി അതിപ്പോൾ ഇന്നത്തെ നമ്മുടെ ഡിജിറ്റൽ സാറ്റലൈറ്റ് ടെക്നോളജി ഒക്കെ വെച്ചുകൊണ്ട് തന്നെ ഇതിനെ നമുക്ക് എന്നേക്കുമായിട്ട് അത് സെറ്റ് ചെയ്ത് വെക്കുന്നതിന് വേണ്ടിയുള്ള നടപടികൾ നീങ്ങിക്കൊണ്ടിരിക്കുകയാണ്. അത് ചില സ്ഥലങ്ങളിലായിട്ടുണ്ട്. അത് ഉറപ്പായിട്ടും ഈ കേന്ദ്ര ഫണ്ട് വരുന്നത് ശരിയായി വിനിയോഗിക്കുന്നില്ല. കേന്ദ്രത്തിന് ഇപ്പോൾ ഒരുപാട് പദ്ധതികൾ ജനങ്ങൾക്ക് ഗുണകരമാവുന്നുണ്ട്. പക്ഷെ അത് സംസ്ഥാനം വേണ്ട രീതിയിൽ വിനിയോഗിക്കുന്നില്ല. പല കാര്യങ്ങൾക്കും മറുപടി പറയുന്നില്ല. ഇപ്പം തന്നെ റവന്യൂവിൻ്റെ കാര്യത്തിൽ തന്നെ എത്രയോ 22 കോടിയുണ്ടോ അനുവദിച്ചത് 20 കോടി വിനിയോഗിക്കാതെ വന്നു എന്നൊക്കെ പറഞ്ഞ വാർത്തകൾ വരുന്നു. ഇക്കാര്യത്തിൽ ഒരു ഏകീകൃത ഒരു നീക്കം അല്ലെങ്കിൽ സംസ്ഥാനത്തിന് ആവശ്യമുള്ള പദ്ധതികൾ കിട്ടാൻ എന്തെങ്കിലും ചെയ്യും? അല്ല, ഇപ്പോൾ ഈ കേന്ദ്രാവിഷ്കൃത പദ്ധതികൾക്ക് ഒരു ചെറിയ പ്രശ്നമുണ്ട്. ആ പ്രശ്നം എന്താണെന്ന് വെച്ചാൽ വൺ സൈസ് ഫിറ്റ്സ് ഓൾ എന്നുള്ള രീതിയിലാണ് കേന്ദ്രാവിഷ്കൃത പദ്ധതികൾ. അപ്പോൾ അത് നാച്ചുറലി അങ്ങനെ ചെയ്യാൻ പറ്റുള്ളൂ. അപ്പോൾ കേരളത്തിനാണെങ്കിലും കാശ്മീരിനാണെങ്കിലും ഒഡീസയ്ക്കാണെങ്കിലും ആസാമിനാണെങ്കിലും തമിഴ്നാട്ടിനാണെങ്കിലും മഹാരാഷ്ട്രയ്ക്കാണെങ്കിലും ഒക്കെ തന്നെ ഗോവയ്ക്കാണെങ്കിലും നമ്മൾ ഒരു രീതിയിലാണ്. കാരണം അതിപ്പം ഇക്വിറ്റബിൾ ആയിട്ടായിരിക്കണം സർക്കാർ ഇത് നോക്കുന്നത്. പക്ഷെ അതിൽ വരുന്ന പ്രശ്നം, ഇപ്പം ഉദാഹരണത്തിന് കേരളത്തിൽ നമ്മൾ വീട് വെക്കണമെങ്കിൽ നമ്മൾ കുറഞ്ഞത് 4 ലക്ഷം 5 ലക്ഷം 6 ലക്ഷം 10 ലക്ഷം ഒക്കെ കിട്ടിയാലേ കേരളത്തിൽ നമുക്ക് വീട് വെക്കാനായിട്ട് പറ്റും. കേരളത്തിൻ്റെ യൂണിറ്റ് ലാൻഡ് കോസ്റ്റ് ഭയങ്കര ഹൈ ആണ്. പക്ഷേ നമ്മുടെ ഹൗസിംഗ് സ്കീമുകളിൽ നമുക്ക് കിട്ടുന്നത് 1 ലക്ഷത്തിന് താഴെയാണ്.
അപ്പോൾ കേന്ദ്രാവിഷ്കൃത പദ്ധതിയിൽ അത്രേ കിട്ടുന്നുള്ളൂ എന്ന് പറയുമ്പോൾ അത് വെച്ചുകൊണ്ട് വീട് വെക്കാൻ പറ്റില്ല. അതിപ്പം സ്റ്റേറ്റ് സപ്ലിമെൻ്റ് ചെയ്യേണ്ടതായിട്ട് വരും. പലപ്പോഴും ഇതിൻ്റെ അകത്ത് എലിജിബിലിറ്റി എന്ന് പറഞ്ഞ് കാണുന്നത് ഇപ്പം അവർ ദരിദ്രരെന്ന് കാണുന്നത് എന്നുള്ള ആ ഒരു മാനദണ്ഡം വെച്ച് നോക്കുകയാണെങ്കിൽ ഒരുപക്ഷെ കേരളത്തിൽ ഒരാൾക്ക് പോലും കൊടുക്കാൻ പറ്റില്ല. അപ്പം അങ്ങനെയൊക്കെയുള്ള കുറേ അധികം വിഷയങ്ങൾ നമ്മുടെ ഈ പദ്ധതിയുടെ ആവിഷ്കാരത്തിൽ നമ്മൾ മുന്നോട്ട് കൊണ്ടുപോകുന്നതിലും ഉണ്ടായി വരുന്നുണ്ട്. സെക്രട്ടറിമാരുടെ ചുമതലയും കൂടിയാണ് നമ്മൾ കേന്ദ്ര സർക്കാരുമായിട്ട് ബന്ധപ്പെട്ടിട്ട് വിഷയങ്ങൾ ഈ ഫണ്ടും ഇതുമൊക്കെ ഒരു ലൈസൻസ് വെച്ചുകൊണ്ട് ഇതെടുക്കുക. പക്ഷേ സെക്രട്ടറിമാർക്ക് ഇവിടെ ഞാൻ ഇത് പറഞ്ഞ പോലെ 8ഉം 10ഉം ചുമതലകളും ഒക്കെ കൂടി ആകുമ്പോഴത്തേക്കും പിടിച്ച പൊങ്ങാത്ത ഭാരം വരുമ്പോഴത്തേക്കും റിസോഴ്സസ് കിട്ടാൻ ഈ റിസോഴ്സസ് നമ്മൾ ഇപ്പം ഇങ്ങനത്തെ ഒരു ക്രഞ്ച് വരുന്നത് കേരളത്തിൽ മാത്രമല്ല മറ്റ് സംസ്ഥാനങ്ങളും ഫേസ് ചെയ്യുന്നുണ്ട്. അത് ഫേസ് ചെയ്യാനുള്ള കാരണം എന്താണെന്ന് വെച്ചാൽ ഇപ്പം ഫോർ ഇൻസ്റ്റൻസ് നമ്മൾ ഈ ഇടയ്ക്ക് ഗവൺമെൻറ് ഓഫ് ഇന്ത്യയിൽ നമ്മൾ ഒരു മൊത്തത്തിൽ ഉദ്യോഗസ്ഥരുടെ ഇപ്പം ഡൗൺ സൈസ് ചെയ്യണം എന്നുള്ള ഒരു തീരുമാനം ഉണ്ടായതിൻ്റെ ഭാഗമായിട്ട് തലപ്പത്ത് തന്നെ തുടങ്ങാം ഡൗൺ സൈസിങ് എന്ന് പറഞ്ഞിട്ട് ഞങ്ങളുടെയൊക്കെ ബാച്ചുകളുടെ സമയത്ത് നമ്പർ കുറയ്ക്കാൻ തുടങ്ങി. അത് കുറച്ച് ഞങ്ങളുടെ അപ്പുറത്ത് പോയിട്ടുള്ള കുറച്ച് ബാച്ചുകളിലൊക്കെ ഗണ്യമായിട്ട് കുറച്ചു. ഇപ്പോൾ കേരളത്തിൽ പല 1ഉം 2ഉം മാത്രം ആളുകൾ വരികയും അവർ കുറച്ച് കഴിഞ്ഞിട്ട് ഇത് ഡെപ്യൂട്ടേഷൻ വാങ്ങിയോ കല്യാണം കഴിച്ച് മാറിപ്പോവുകയോ ഒക്കെ ചെയ്ത ഒരു അനുഭവം ഉണ്ടായി. അപ്പോൾ ഒരു വാക്കം നമുക്ക് ഉണ്ടായി വന്നു. ആ വാക്കത്തിനെ നമുക്ക് ഫില്ല് ചെയ്യാൻ നിവൃത്തിയില്ല. പിന്നെ താഴെ നിന്ന് കുറച്ചുകൂടി പെട്ടെന്ന് പ്രൊമോഷൻ കൊണ്ടുവന്ന് ഇപ്പം കേരളത്തിൻ്റെ ഒരു പ്രത്യേകതയും കൂടിയാണ്. നമ്മൾ മറ്റ് സംസ്ഥാനങ്ങൾ ഈ വലിയ സംസ്ഥാനങ്ങളിൽ ജില്ലാതലത്തിൽ ഫീൽഡ് ഓഫീസുകളിൽ വളരെ കൂടുതലുണ്ട്. ഇപ്പം ഡെപ്യൂട്ടി കമ്മീഷണറായിട്ട് ഇരിക്കാം, ADM അഡീഷണൽ ഡിസ്ട്രിക്ട് മജിസ്ട്രേറ്റ് ആയിട്ട് ഇരിക്കാം, ഡെവലപ്മെൻറ്റ് കമ്മീഷണർ എന്നുള്ള പോസ്റ്റ് ഉണ്ട്. അപ്പം വ്യത്യസ്തമായിട്ടുള്ള ഫീൽഡ് പോസ്റ്റുകളുണ്ട്. ഇഷ്ടംപോലെ ഫീൽഡ് പോസ്റ്റുകളിലെ ഓഫീസേഴ്സ് ഇരുന്ന് 10-15 വർഷം കഴിഞ്ഞിട്ടാണ് അവർ HOD ആവുന്നത്, പിന്നെ സെക്രട്ടറി തലത്തിലോട്ടൊക്കെ വരുന്നത്. കേരളത്തിലാണെങ്കിൽ 3-4 വർഷം കഴിഞ്ഞാൽ തന്നെ നമുക്ക് HOD ആകാനായിട്ടുള്ള അല്ല അതിൻ്റെ ഒരു ഗുണമാണുള്ളത്. കാരണം കേരളത്തിനെ കുറിച്ച് ഇപ്പം കേരളത്തിലെ ഉദ്യോഗസ്ഥരെ കുറിച്ച് കേന്ദ്രത്തിൽ വലിയ മതിപ്പാണ്. പണ്ടൊക്കെ പക്ഷേ പത്രത്തിൽ വന്നുകൊണ്ടിരുന്ന ഒരു വാർത്ത ഇപ്പോൾ അങ്ങനെ കാണുന്നില്ലെങ്കിലും IAS കേരളത്തിൽ നിൽക്കാൻ താല്പര്യപ്പെടുന്നില്ല, കേന്ദ്ര ഡെപ്യൂട്ടേഷൻ ചോദിച്ച് വാങ്ങി പോകുന്നു എന്ന് പറയുന്നു. ആ അവസ്ഥയുണ്ടോ? അത് മാറിയോ? അല്ല, ആ അവസ്ഥ വേറെ രീതിയിലാണ് മാറിയിട്ടുള്ളത്. ഇപ്പോൾ കേന്ദ്ര സർക്കാർ തന്നെ മറ്റത് ഒരു ഓഫീസറിന് വേണമെങ്കിൽ പോകാൻ, വേണ്ടെങ്കിൽ കുഴപ്പമില്ല എന്ന്. ഇപ്പോൾ പ്രൊമോഷനും ഇതും ഒക്കെ തന്നെ ഈ ഡെപ്യൂട്ടേഷൻ പീരീഡുമായിട്ടും കൂടിയൊക്കെ ബന്ധിപ്പിച്ച് വന്നു കഴിയുമ്പോഴത്തേക്ക് ഒരു കരിയറിൽ മുന്നോട്ട് പോകണമെങ്കിൽ ഡെപ്യൂട്ടേഷൻ ഉണ്ടായേ മതിയാകൂ എന്നുള്ളൊരു സാഹചര്യം വന്നിട്ടുണ്ട്. അപ്പോൾ നമുക്ക് 2 തരത്തിലാണ്. അപ്പോൾ ഡെപ്യൂട്ടേഷൻ വിട്ടേ മതിയാകുള്ളൂ. കാരണം നമുക്ക് ഇപ്പോൾ ഒരാളുടെ കരിയറിനെ നശിപ്പിക്കാൻ പറ്റില്ലല്ലോ. അതൊരു ഭാഗത്ത്. മറുഭാഗത്ത് ഓഫീസേഴ്സ് നമുക്ക് സ്വാഭാവികമായിട്ട് തന്നെ കുറഞ്ഞു പോയ ഒരു സാഹചര്യമുണ്ട്. മുൻ ചീഫ് സെക്രട്ടറിയുടെ ഉപദേശങ്ങൾ തേടാറുണ്ടോ അതോ ചോദിക്കാറുണ്ട്? അപ്പം ഞങ്ങൾ ഇങ്ങോട്ടും ഉപദേശിക്കുകയും വഴക്കടിക്കുകയും ഒക്കെ ചെയ്യാറുണ്ട്. പക്ഷെ ഇപ്പം അദ്ദേഹത്തിന് കിട്ടുന്നില്ല. അതൊന്നും അല്ല. ഇപ്പം ഇതിൻ്റെ റിട്ടയർമെൻറ്റിൻ്റെ സുഖം അങ്ങ് അനുഭവിക്കുകയാണ്. അതൊക്കെ തേടി നടക്കുന്നുണ്ട്. അല്ല, സാധാരണ ചീഫ് സെക്രട്ടറിമാർ വിരമിച്ചു കഴിഞ്ഞാൽ ഉടനെ പുതിയൊരു പദവിയിലേക്ക് വരുന്നത്, ഇപ്പം നമ്മൾ കഴിഞ്ഞ ഒരു 10 വർഷത്തേക്ക് അല്ല ഒരു 2016 തൊട്ട് ഇങ്ങോട്ട് നോക്കിക്കഴിഞ്ഞാൽ ഏത് ചീഫ് സെക്രട്ടറി വിരമിച്ചാലും 1-2 എക്സെപ്ഷൻ ഉണ്ടെങ്കിലും എല്ലാവരും ഓരോ വലിയ പദവികളിൽ ക്രീം പോസ്റ്റുകളിൽ വരുന്നുണ്ട്. എന്നിട്ട് റിട്ടയർമെന്റ് ലൈഫ് എൻജോയ് ചെയ്യണമെന്നില്ലേ? ഈ പലപ്പോഴും നമുക്ക് ഈ ജോലി ചെയ്ത് ശീലമാകുമ്പോഴത്തേക്ക് വേറെ ഒന്നും ചെയ്യാൻ അറിയാണ്ടാവും. അപ്പോൾ പിന്നെ നമുക്ക് അത്തരത്തിലുള്ള എന്ന് മാത്രമല്ല ഓൾ സെഡ് ആൻഡ് ഡൺ ഭയങ്കര ഒരു അനുഭവ സമ്പത്താണല്ലോ. അപ്പോൾ അത് പെട്ടെന്ന് ഒരു നിഷ്ക്രിയമാകുന്നതും ശരിയല്ല. മാഡം ഒരു കവി ആയതുകൊണ്ട് ഈ ടെൻഷൻ ലഘൂകരിക്കാനൊക്കെ കവിത എഴുതാറുണ്ടോ? കവിത എഴുത്ത് ഇല്ലാഞ്ഞായിട്ട് കുറേ നാളായിട്ട്. അമ്മയെ പോലെ പെയിന്റ് ചെയ്യാറുണ്ടോ? പെയിന്റ് ഇല്ല, ഞാൻ കുറച്ച് പിയാനോ വായിക്കും എൻ്റെ ടെൻഷൻ കുറയ്ക്കാനായിട്ട്. സിനിമയൊന്നും കാണാറില്ല? സിനിമയൊക്കെ കാണും. സിനിമ കാണും, കൊറിയൻ സീരിയൽ കാണും. പിന്നെ കുട്ടി റൊമാൻസ് എന്ന് വെച്ചാൽ എനിക്ക് വലിയ ഇഷ്ടമാണ്. അതെ, മനസ്സിന് സന്തോഷം തരുന്നതാണ്.
ഒരു യൂട്ടോപ്പിയനും ആയിട്ടുള്ള ഒരു ലോകം നമുക്ക് കുറച്ച് എസ്കേപ്പിസ്റ്റ് ആണല്ലോ. അല്ല, അത് വേണമല്ലോ നമുക്കെപ്പോഴും. ഈ സ്വപ്നങ്ങൾ കാണാൻ പറ്റണം. 60 വയസ്സായി എന്ന് പറഞ്ഞിട്ട് സ്വപ്നം കാണാതിരിക്കേണ്ട ഒരു കാര്യമില്ല. റൊമാൻസിനെ കുറിച്ച് പറഞ്ഞപ്പോ അങ്ങനെ ഒരു ട്രെയിൻ യാത്ര തുടങ്ങിയ റൊമാൻസ് ആണല്ലോ മസൂറി വഴി തുടരുന്നത്. അതൊരു രസകരമായ റൊമാൻസ് ആയിരുന്നു അല്ലേ? പിന്നെ ഇപ്പൊ പൊതുവേ ഇപ്പം സിവിൽ സർവീസിലേക്ക് വരുന്ന പെൺകുട്ടികളുടെ എണ്ണം വളരെ കൂടുതലാണ്. വളരെ കൂടുതലൊന്നും പറയാൻ പറ്റില്ല. ഞങ്ങളുടെ കാലത്തെക്കാളും മെച്ചപ്പെട്ടതാണ്. അതൊരു ചാമിങ് പ്രൊഫഷൻ തന്നെയാണോ? അല്ല, അതല്ല. ഞാനിതിപ്പം ഇത് പറയുന്നത് ഒരു സ്ത്രീ ശാക്തീകരണത്തിൻ്റെ, സ്ത്രീകൾക്ക് ഇത് നേടിയെടുക്കാനായിട്ടുള്ള ഒരു ആർജവം വന്നതിൻ്റെ ലക്ഷണമായിട്ടാണ് ഇത് കാണുന്നത്. അല്ലാതെ ജോലി ഒരു പ്രത്യേക തരത്തിൽ മാറിപ്പോയിട്ടുണ്ടെന്നുള്ളതല്ല. സ്ത്രീ സുരക്ഷയുടെ കാര്യത്തിൽ കേരളത്തിലെ സുരക്ഷിതത്വത്തിൻ്റെ കാര്യത്തിലായാലും, ലൈവ്ലിഹുഡ് ഇതിൻ്റെ കാര്യത്തിലാണെങ്കിലും, വർക്കിംഗ് കണ്ടീഷൻസ് ആയാലും, ഈക്വൽ വേജസിൻ്റെ കാര്യത്തിലായാലും, ഇതിലൊക്കെ തന്നെ ഇനിയും നമുക്ക് കുറച്ച് ദൂരം പോകേണ്ടത് തന്നെയുണ്ട്. വീട്ടിൻ്റെ അകത്തുള്ള സ്ഥാനത്തിൻ്റെ കാര്യത്തിലായാലും അപ്പോൾ അംഗീകാരമുണ്ട്. പക്ഷേ ഇക്വാളിറ്റി ഉണ്ടോ എന്ന് ചോദിച്ചാൽ, പിന്നെ ഇക്വാളിറ്റി ആവശ്യപ്പെടുന്നുണ്ടോ, ആഗ്രഹിക്കുന്നുണ്ടോ എന്ന് ചോദിച്ചാൽ നമുക്ക് ഇപ്പോഴും കുറച്ച് ഉത്തരങ്ങൾ മുട്ടി നിൽക്കുക തന്നെ ചെയ്യും. സിവിൽ സർവീസിൽ ഇപ്പോഴത്തെ പ്രശ്നങ്ങളിൽ പലരും ചൂണ്ടിക്കാണിക്കുന്നത് ഇതൊരു ഈഗോ ആണെന്നാണ് പറയുന്നത്. അതെന്തോ ആകട്ടെ, ഒരു വനിത ചീഫ് സെക്രട്ടറി ആയിട്ട് ഇതിനു മുമ്പ് പലതവണ വന്നിട്ടുണ്ട്. പക്ഷേ മാഡത്തിന് ആ ഒരു രീതിയിൽ എന്തെങ്കിലും പുരുഷ ഈഗോ ആ രീതിയിൽ എന്തെങ്കിലും പ്രശ്നം ഉണ്ടായിട്ടുണ്ട്? പല സംസ്ഥാനങ്ങളിലും ഇപ്പം സ്ത്രീകളായിട്ടുള്ള ഓഫീസേഴ്സിന് പല പ്രധാനപ്പെട്ട വകുപ്പുകൾ കൊടുക്കില്ല. ഫിനാൻസ് കൊടുക്കില്ല, ഇൻഡസ്ട്രി കൊടുക്കില്ല, IT കൊടുക്കില്ല. കേരളത്തിൽ അങ്ങനെ ആയിരുന്നിട്ടില്ല. കേരളത്തിൽ നമ്മൾ സ്ത്രീ ആയതുകൊണ്ട് ഒരു പോസ്റ്റിൽ നമുക്ക് പുനഃപരിശോധിക്കേണ്ടതാണ്, അല്ലെങ്കിൽ നമുക്ക് വേറെ ആളെ നോക്കാം എന്നുള്ള രീതിയിൽ ഉള്ളൊരു വിവേചനം ഇപ്പോൾ ഹയർ ലെവലിൽ ഒരിക്കലും തോന്നിയിട്ടില്ല. ഒരു ട്രഡീഷണൽ മെയിൽ ഡൊമിനിയൻ എന്ന് കരുതിയിട്ടുള്ള പോസ്റ്റുകളിൽ, റവന്യൂവിലും ഒക്കെ തന്നെ, റവന്യൂ, ഹോം, ഇതിലൊക്കെ തന്നെ സ്ത്രീകൾ ഇരുന്നിട്ടുണ്ട്, നന്നായിട്ട് പ്രവർത്തിച്ചിട്ടുണ്ട്. വിവേചനം നമുക്ക് അത്തരത്തിൽ അനുഭവപ്പെട്ടിട്ടില്ല. പക്ഷെ അതേസമയം ഒരു സ്ത്രീ എന്നുള്ള നിലയ്ക്ക്, ഒരു ഓഫീസർ എന്ന നിലയ്ക്ക് സർവീസിൻ്റെ അകത്ത് നമുക്ക് പ്രയാസങ്ങളുണ്ടോ എന്ന് ചോദിച്ചാൽ ഉണ്ട്. സ്ത്രീകൾ മാത്രമുള്ള ഒരിടത്ത് ഒരു പുരുഷൻ വന്ന് ഇരിക്കുകയാണെങ്കിൽ സ്ത്രീകൾ സംസാരിക്കുന്നതിൻ്റെ കൂട്ടത്തിൽ അദ്ദേഹത്തിന് സംസാരിക്കാൻ പ്രയാസം തന്നെയായിരിക്കും. ഇപ്പം ഞാനും ഇപ്പം പണ്ട് നമ്മൾ ബിക്കോസ് ആ ഒരു ഇത് കണ്ടിരിക്കുന്നുണ്ട്, നമ്മൾ ചിലപ്പോൾ ശ്രദ്ധിക്കാതെ പോകും. പക്ഷെ പലപ്പോഴും ഞാൻ ഇരുന്ന് നോക്കിയിട്ടുണ്ട്. ഞാൻ ഇരിക്കുന്നിടത്ത് ഇപ്പം ഞാനല്ലാതെ ഒരു സ്ത്രീ ഇല്ല. അപ്പം സ്ത്രീ ഇല്ലാത്ത ഒരു ലോകത്ത് നമ്മൾ പലപ്പോഴും പലതും ചെയ്യേണ്ടതായിട്ട് വരും. അതുകൊണ്ട് ഈ ഒരു സ്ത്രീ കൊണ്ടുവരുന്ന പല ചിന്തയും രീതികളും ഒക്കെ ഉൾക്കൊള്ളണമെന്നില്ല. അപ്പോൾ അതുകൊണ്ട് തന്നെ നമ്മുടെ ഭരണരീതിയും ഇതുമൊക്കെ ഒരു സ്ത്രീ വർക്ക് ചെയ്യുന്ന ഒരു കോണ്ടെക്സ്റ്റിനെ ഉൾക്കൊണ്ടുള്ള ഒരു ഇക്കോസിസ്റ്റം അല്ല നമുക്കുള്ളത്. ഫോർ എക്സാമ്പിൾ, ഇൻഫോർമലായിട്ടുള്ള പാർട്ടിങ്ങും പരിപാടികളും കൂടിയാണ് പലപ്പോഴും നമുക്ക് ഈ നെറ്റ്വർക്കിങ്ങിൽ കൂടിയാണ് പല അറിവുകളും പല ഇഷ്യൂസും നമ്മൾ ചർച്ച ചെയ്ത് പരിഹാരം കാണുന്നത്. അത്തരത്തിലുള്ള സ്പേസ് പലപ്പോഴും സ്ത്രീകൾക്ക് ഉണ്ടാകാറില്ല. അങ്ങനെ സ്ത്രീകൾ ഇറങ്ങി തിരിച്ചാൽ അതിനെക്കുറിച്ചുള്ള വേറെ രീതിയിലുള്ള വ്യാഖ്യാനവും ആക്ഷേപങ്ങളൊക്കെ ഉണ്ടാകുകയും ചെയ്യും. അപ്പോൾ പിന്നെ നമുക്ക് നമ്മുടെ നോളജ് പൂളും നമ്മുടെ ഇൻഫർമേഷൻ ചാനൽസും ലിമിറ്റഡ് ആകുമ്പോൾ നമ്മളുടെ അഗൈൻ എഫിഷ്യൻസിയെ ബാധിക്കുമല്ലോ. അതുമാത്രമല്ല, ഇപ്പം വീട്ടിലെ ഉത്തരവാദിത്തങ്ങൾ പലപ്പോഴും സ്ത്രീയുടെ തലയിലാണ് വരുന്നത്. ഒരു കെയർ ഇക്കോണമി എന്നൊക്കെ നമ്മളിത് പറയുമ്പോഴും അത് കെയർ ഇക്കോണമിയിൽ നമ്മൾ കാണുന്നത് സ്ത്രീ തന്നെയാണ്. അപ്പം ഇൻഫോർമൽ കെയർ ഇക്കോണമി ആണെങ്കിലും അത് സ്ത്രീയുടെ ഉത്തരവാദിത്തമായിട്ടാണ് മിക്കവാറും വരുന്നത്. അപ്പം അങ്ങനെ പലപ്പോഴും ഞാനും ഐ ഹാവ് ഫൗണ്ട് മൈ സെൽഫ് സ്ത്രീകളായിട്ടുള്ളൊരു ഓഫീസർ ജോലി എടുക്കാനായിട്ട് അവർക്ക് വയ്യേ, 5 മണിയാകുമ്പോഴത്തേക്കും കൃത്യമായിട്ട് വീട്ടിൽ പോകുന്നു, ഒരു കാര്യം ഏൽപ്പിച്ചാൽ ചെയ്യൂലേ എന്ന് പറഞ്ഞിട്ട് നോക്കുമ്പോഴത്തേക്കും കാണുന്നത് അവർ തിരിച്ചു പോകുന്നതിന് കാരണം എന്താ? അവർക്ക് ഡിസേബിൾഡ് ആയിട്ടുള്ളൊരു കുട്ടിയുണ്ട്, അല്ലെങ്കിൽ കിടപ്പ് രോഗിയായിട്ടുള്ള മാതാപിതാക്കളുണ്ട്. അവരുടെ കാര്യം നോക്കാനായിട്ട് വീട്ടിൽ വേറെ ആളില്ല.
അല്ലെങ്കിൽ ഇപ്പോൾ രാത്രി ഇവർക്ക് ഇത് പോകുന്നത് വളരെ ദുഷ്കരമാണ്, അപകടകരമാണ്. അപ്പോൾ അങ്ങനെയൊക്കെയുള്ള സാഹചര്യത്തിൽ അവർക്ക് നിവൃത്തിയില്ല, പോയേ പറ്റൂ. ആൻഡ് അത് നമ്മൾ തിരിച്ചറിയുന്നില്ല. ആൻഡ് അത് ആ ഒരു ഇപ്പം അത് മനസ്സിലാക്കണമെങ്കിൽ ഒരു സ്ത്രീ ഉണ്ടാകണം. അല്ല, മാം ഒരു വളരെ സോഫ്റ്റ് ആയിട്ട് ഉള്ള ഒരാളാണോ, വളരെ ഹാർഡ് ആൻഡ് സ്ട്രിക്റ്റ് റൂൾസിൻ്റെ ആളാണ്? ആരാ പറഞ്ഞേ? അപ്പോൾ ആരോ പിന്നെ ഇൻ്റർവ്യൂ ചെയ്യാനായിട്ട് വന്നപ്പോഴത്തേക്കും പറഞ്ഞു, ഇപ്പോൾ വേണു സാറ് എന്നുള്ളത് അദ്ദേഹം വളരെ സ്ട്രിക്റ്റും പ്ലീസിങ്ങും ആണ്, മാഡം വളരെ സ്ട്രിക്റ്റാണ്. മറ്റു ഭാഗം കിട്ടിയില്ല. അപ്പം എന്നെക്കുറിച്ചിട്ടുള്ള ഇംപ്രഷൻ കുറച്ച് കർക്കശക്കാരിയാണ് എന്നതാണ്. ദേഷ്യം കുറച്ച് പെട്ടെന്ന് ദേഷ്യപ്പെടുന്ന സ്വഭാവമാണ്. പക്ഷേ മനസ്സിൽ വച്ചിരിക്കില്ല എന്നുള്ള ഒരു അഭിപ്രായം പൊതുവേ ഉണ്ട് എന്നാണ് ഞാൻ വിശ്വസിക്കുന്നത്. ഇപ്പോൾ ഒരുപാട് മന്ത്രിമാർ, മുഖ്യമന്ത്രി, യു ഹാവ് സീൻ മെനി മിനിസ്റ്റേഴ്സ്, ചീഫ് മിനിസ്റ്റേഴ്സ്, ഇവരെയൊക്കെ കൈകാര്യം ചെയ്യുന്ന എളുപ്പമാണ്, കാരണം CEO ഓഫ് ദി സ്റ്റേറ്റ് ആണല്ലോ. അല്ല, എഗൈൻ എൻ്റേത് എഗൈൻ അതിൽ കമ്പയർ, ഇപ്പോൾ വേണുമായിട്ട് കമ്പയർ ചെയ്യുമ്പോഴത്തേക്കും വേണു കുറച്ചുകൂടി ഇൻഫോർമലാണ്, ഞാൻ കുറച്ചുകൂടി ഫോർമലാണ് ബന്ധങ്ങളിൽ. പക്ഷേ നമ്മൾ രണ്ടുപേരും രണ്ട് രീതിയിൽ കാര്യങ്ങൾ നടത്തിക്കൊണ്ട് പോകുന്നു, ബന്ധങ്ങൾ സ്ഥാപിക്കുന്നുണ്ട്, ആൻഡ് ആക്സസിബിൾ ആണ് എന്ന് തന്നെയാണ് വിശ്വാസം. അല്ല, പൊതുവേ ഇപ്പോൾ ഇത്രയും 3.5 പതിറ്റാണ്ട് വർഷത്തെ വർക്കിൽ പൊളിറ്റീഷ്യൻസ് എന്ന് പറയുന്നത് ഇപ്പം ഈ ഒരു കസേരയിൽ ഇരുന്നുകൊണ്ട് ജഡ്ജ്മെന്റ് നടത്താൻ പറ്റുന്ന ചോദ്യമല്ല. എങ്കിലും ഇല്ല, എന്നാലും പറയാം. ഇപ്പം ബിക്കോസ് ഈ പൊളിറ്റീഷ്യൻ എന്ന് പറയുന്നത് സർവീസിൽ കയറുന്ന സമയത്ത് നമ്മൾ പൊളിറ്റീഷ്യനെ പുറത്തുനിന്ന് നമ്മളിത് പറയുന്നില്ല, നാടിനെയൊക്കെ ഇത് ചെയ്യുന്ന അവരുടേതായിട്ടുള്ള ഒരു താല്പര്യത്തിൻ്റെ മേളിലാണ് വരുന്നത് എന്നുള്ളൊരു ധാരണ. പിന്നെ പഠിക്കുന്നൊരു മിടുക്കരായിട്ടുള്ളവരൊക്കെ മെഡിസിനും എൻജിനീയറിങ്ങും ഒക്കെ എടുത്തു പോകും, അത്ര മിടുക്കില്ലാത്തവർ IAS കയറും, അതെ എന്നൊക്കെ പറഞ്ഞിട്ടുള്ള ഇതൊക്കെ ഉണ്ടല്ലോ. പക്ഷേ നമ്മളിപ്പോൾ കാണുന്നത് അങ്ങനെയൊക്കെയുള്ള ധാരണകളും കൂടിയൊക്കെ വെച്ചിട്ടാണ് പലപ്പോഴും പലരും സർവീസിൽ കയറുന്നത്. പക്ഷെ തിരിച്ചറിയാൻ പറ്റുന്നത് ഞങ്ങൾ കാണുന്ന ഇപ്പം ഞാൻ പഞ്ചായത്ത് മുതൽ ഇതിപ്പം മുഖ്യമന്ത്രി, പ്രധാനമന്ത്രി വരെ നമ്മൾ ഇത് മിനിസ്റ്റേഴ്സിനെയും ജനപ്രതിനിധികളെയും കണ്ടിട്ടുണ്ട്. പലതരത്തിലുള്ള നമുക്ക് നല്ല ബന്ധമില്ലാത്ത ആളുകളും ഒക്കെ ഇതിൻ്റെ കൂട്ടത്തിലുണ്ട്. പക്ഷേ ഒരു കാര്യം നമ്മൾ മനസ്സിലാകുന്നത് ഈസ് ദാറ്റ് നമ്മൾ കാണുന്നതിനപ്പുറത്തുള്ള ഒരു വലിയ വീക്ഷണം ഈ പലപ്പോഴും സർക്കാർ ഇപ്പം ഒരു ബ്യൂറോക്രാറ്റിക്കായിട്ട് മാത്രം ചിന്തിക്കാനായിട്ട് ഇപ്പം ലിമിറ്റഡായി പോകുന്നു. നമ്മുടെ സർവീസ് നമ്മൾ അങ്ങനെ ആക്കുന്നതാണ്. പക്ഷേ ഇപ്പം നമ്മൾ കാണാത്ത സാധ്യതകളും നമ്മൾ കാണാത്ത സങ്കീർണതകളും ഒക്കെ തന്നെ കാണാൻ കഴിവുള്ള ആളുകളാണ്. അതൊന്ന്. രണ്ട്, നമ്മൾ ഇപ്പം ഉപരിപ്ലവമായിട്ടാണ് ഇവർ പലതും കാണുന്നത്, അവർക്ക് വിവരമില്ല എന്ന് നമുക്ക് പറയാൻ ആഗ്രഹിക്കുന്നുണ്ടെങ്കിലും പലരും പറയുകയും ചെയ്യുന്നുണ്ടെങ്കിലും നമ്മൾ തിരിച്ചറിയുന്നത് അങ്ങനെയൊന്നും അല്ല. ഒരു വിഷയത്തിനകത്തോട്ട് വരുമ്പോഴത്തേക്കും പലയിടത്തു നിന്നുള്ള ഇൻപുട്ട് എടുത്തുകൊണ്ട് വളരെ റൗണ്ടഡായിട്ടുള്ള ആൻഡ് വളരെ ഡീപ്പായിട്ടുള്ള അണ്ടർസ്റ്റാൻഡിങ് ഉണ്ട്. ആ അണ്ടർസ്റ്റാൻഡിങ്ങിനെ നമ്മൾ റെസ്പെക്റ്റ് ചെയ്യാൻ അങ്ങനെ തന്നെയാണ്. അതിൻ്റെ അകത്ത് ഞാനത് പഞ്ചായത്തിലെ മെമ്പറായാലും ഇപ്പം മന്ത്രിയായാലും നമ്മൾ ആ ഒരു സ്വഭാവം കാണുന്നുണ്ട്. ആൻഡ് ജനങ്ങളുമായിട്ട് അസോഷ്യേറ്റ് ചെയ്യുക, ജനത്തിനെ അസോഷ്യേറ്റ് ചെയ്യുക മാത്രമല്ല, ജനങ്ങളുടെ വിഷയങ്ങൾ കേട്ട് തന്നെ അതിൽ എന്ത് എടുക്കണം, എന്ത് എടുക്കാൻ പാടില്ല, എങ്ങനെ എടുക്കണം, എങ്ങനെ പെരുമാറണം, ഇതിനൊക്കെ കുറിച്ചിട്ടുള്ള ഒരു വളരെ ഇരുത്തം വന്നിട്ടുള്ള അറിവുണ്ടല്ലോ. അപകടത്തെ സർവൈവ് ചെയ്ത് വന്നായിരുന്നല്ലോ വലിയ രീതിയിൽ. എന്ന് തോന്നുന്നു അതിനെക്കുറിച്ച് ഇപ്പോൾ ആലോചിക്കുന്നു? അയ്യോ, ജീവനോടെ ഇരിക്കുന്നത് ഒരു വലിയ ഭാഗ്യം എന്ന്. അതൊരു സിവിയർ ആയിട്ടുള്ളൊരു ആക്സിഡൻ്റ് ആയിരുന്നല്ലോ അല്ലേ? ആയിരുന്നു. ഞങ്ങളൊക്കെ മരിച്ചു പോകേണ്ട ആക്സിഡൻറ്റ് തന്നെയാണ്. ഇപ്പോൾ ഒരു സീറ്റ് ബെൽറ്റിന് കൊണ്ട് ഇത്രയും കാര്യമുണ്ടോ എന്ന് ശരിക്കും അത് ഓർത്തു തോന്നുന്നു. എൻ്റെ സീറ്റ് ഇളകി മുന്നോട്ട് പോയതാണ്. പക്ഷെ ആ സീറ്റ് ബെൽറ്റ് ഇത് വെച്ചിരുന്നത് കൊണ്ട് തന്നെ ഞാൻ വണ്ടി കൂടി തെറിച്ച് പുറത്തോട്ട് പോയില്ല, അല്ലെങ്കിൽ പോകുമായിരുന്നു, മരിക്കുമായിരുന്നു. അത്രയ്ക്ക് വലിയ ആഘാതമാണ് ഇപ്പോൾ ഇതുണ്ടായത്.
ആ ഒരു സെക്കൻഡിൽ അന്നേരം എന്തായിരുന്നു അല്ല, നല്ല ഉറക്കമായിരുന്നുകൊണ്ട് ഉറക്കത്തിൽ നിന്നാണ് ബോധം കിട്ടത്. അതുകൊണ്ട് അതും ഒരു ഭാഗ്യം. കാരണം ഓർമ്മയില്ല. ഞങ്ങൾ ഈ കുറേ നാൾ ഞങ്ങൾ 3 പേരും ഉറക്കത്തിൽ ഞെട്ടും. ഞങ്ങൾ ഇരിക്കുമ്പോൾ ഇതൊക്കെ അറിയാതെ ഞെട്ടുമൊക്കെ ആയിരുന്നു. പക്ഷേ ഞങ്ങൾക്ക് 3 പേർക്കും ഈ ഒരു ആക്സിഡൻറ്റിൻ്റെ ഒരു ലൈവായിട്ട് മുന്നിൽ കണ്ട ഒരു ഇതില്ല. ഇപ്പം മാഡത്തോടും വേണു സാറിനോടും ഒക്കെ ഉള്ള നമുക്ക് ഒരു ഇഷ്ടം കൂടുന്നതിന് ഒരു ഈ അഡ്മിനിസ്ട്രേറ്റീവ് കഴിവ് മാത്രമല്ല, മക്കളെ 2 പേരെ അവരുടെ അഭിരുചിക്ക് ഇഷ്ടത്തിനും അനുസരിച്ച് വിട്ടു എന്നുള്ളത്. സാധാരണ 2 IAS ഉദ്യോഗസ്ഥരുടെ വീട്ടിലുണ്ടാകും മക്കളെ ഒന്നെങ്കിൽ സിവിൽ സർവീസിലേക്ക് വിടാനോ അല്ലെങ്കിൽ വേറെ എന്തെങ്കിലും പ്രൊഫഷൻ അതിനെ, പക്ഷെ അവരെ വളരെ അവരുടെ ഇഷ്ടത്തിനുള്ള പ്രൊഫഷനിലേക്ക് വിട്ടു. അതൊരു വലിയൊരു സന്ദേശമാണ്. പേരൻസിനോട് എന്താ പറയാണ്? മക്കളുടെ വിദ്യാഭ്യാസമാണല്ലോ ഏറ്റവും വലിയ വിഷയം. അതെ. അല്ല, അൾട്ടിമേറ്റ്ലി നമ്മൾ ജീവിക്കുന്നത് എന്തിനാണ്? ജീവിക്കുന്നത് നമുക്ക് കിട്ടുന്ന ഈ മണിക്കൂറുകളും ദിവസങ്ങളും മാസങ്ങളും വർഷങ്ങളും ഒക്കെ നമ്മുടെ ഏറ്റവും നല്ല വേർഷനായിട്ട് വളരുക എന്നും പിന്നെ ഒരു പ്രതിബദ്ധതയും സന്തോഷവും ഉള്ള ഒരു ജീവിതം കണ്ടെത്തുക എന്നുള്ളതാണ്. അതിലേക്ക് നമ്മുടെ കുഞ്ഞുങ്ങൾ അവരുടെ വഴി കണ്ടെത്താൻ ഉള്ള ധൈര്യം കൊടുക്കണം. അതാണ് അവരുടെ ഇഷ്ടത്തിന്. ഇപ്പം മകള് ഡാൻസും കണ്ടംപററി ഡാൻസും ഡ്രാമയൊക്കെയാണ് അല്ലേ? മകൻ കാർട്ടൂണാണ്. അപ്പോൾ അവർക്ക് എവിടെയാണ്? 2 ബാംഗ്ലൂരിലാണ്. അവളിപ്പോൾ ഒരു ബ്രേക്ക് എടുത്തിട്ട് ഇപ്പം ടീച്ചിങ്, അല്ല അതിന് തൊട്ട് മുമ്പ് ടീച്ചിങ് കുറച്ച് ഒരു ടീച്ചറായിട്ട് നടക്കണം. ഇപ്പോൾ സോഷ്യോളജിയൊക്കെ പഠിപ്പിച്ചുകൊണ്ട് നടക്കുന്നു. മോൻ അവിടെ തന്നെ. മോന് പിന്നെ എവിടെ ഇരുന്നാലും ഇപ്പോൾ ഇതാണ് എല്ലാം, അവൻ ഓൺലൈനാണല്ലോ. ഇപ്പോൾ ബാംഗ്ലൂർ തന്നെയാണ്. ഇപ്പോൾ നമ്മൾ സ്വപ്നത്തെക്കുറിച്ച് പറഞ്ഞു. ഈ പദവിയിൽ ഇരിക്കുമ്പോൾ എന്തെങ്കിലും ഒരു കാര്യം ചെയ്ത് നടപ്പിലാക്കണമെന്ന് വ്യക്തിപരമായി ആഗ്രഹിക്കുന്ന എന്തെങ്കിലും ഉണ്ടോ? 2-3 കാര്യങ്ങളുണ്ട്. ഇപ്പോൾ ഒന്ന്, ഗവൺമെൻസിൻ്റെ ഇപ്പം ഒരു സ്ത്രീ ഇവിടെ വന്നിരിക്കുമ്പോൾ അതും കുടുംബശ്രീയും വനിതാ ശാക്തീകരണമൊക്കെ ആയിട്ട് ബന്ധപ്പെട്ട് പ്രവർത്തിച്ച് വന്നിട്ടുള്ളൊരു സ്ത്രീ ആകുമ്പോഴത്തേക്കും നമ്മൾ ഗവൺമെൻസിനെ സംസ്ഥാന തലത്തിലെ ഏറ്റവും ഹയസ്റ്റ് തലത്തിൽ ഗവൺമെൻസിന് എൻജെൻഡർ ചെയ്യാൻ പറ്റുമോ? അപ്പോൾ അത്തരത്തിലുള്ള ഒരു ജെൻഡർ റെസ്പോൺസീവായിട്ടുള്ളൊരു ഗവൺമെൻസിൻ്റെ ചില ഘടകങ്ങളെങ്കിലും ഉണ്ടാക്കണമെന്നുള്ള താല്പര്യമുണ്ട്. പിന്നെ ഞാൻ നേരത്തെ ഉണ്ടായിരുന്നത് ഇപ്പോൾ തദ്ദേശ ഭരണത്തിൽ വകുപ്പിൽ ഗവൺമെൻറ്റിൻ്റെ ഒരു പ്രധാനപ്പെട്ട ഒരു അജണ്ടയുമായിട്ട് ബന്ധപ്പെട്ട് പ്രവർത്തിക്കുകയായിരുന്നു. അത് മാലിന്യമുക്ത നവകേരളം. അപ്പം ഈ വേസ്റ്റ് മാനേജ്മെൻറ്റിൻ്റെ തലങ്ങൾ നമ്മൾ എത്രത്തോളം ഇപ്പം അന്വേഷിക്കുന്നു അത്രത്തോളം അത് കൂടുതൽ സങ്കീർണമായിക്കൊണ്ടിരിക്കുകയാണ്. പക്ഷേ ഇപ്പം ആ ഒരു മേഖലയിലും നമ്മളാൽ ചെയ്യാൻ പറ്റുന്ന, എത്രയും ഏതായാലും അനുഭവം ഉണ്ടായി വന്നതുകൊണ്ട് തന്നെ നമ്മളാൽ ചെയ്യാൻ പറ്റുന്ന അതിൻ്റെ ഒരു ഇടപെടൽ തുടർന്നും കൊണ്ടുപോകണം എന്നുണ്ട്. നമ്മളെ സംബന്ധിച്ചിടത്തോളം ഡിപ്പാർട്ട്മെൻറ്റിൽ ചീഫ് സെക്രട്ടറിക്ക് ചെയ്യാൻ പറ്റുന്നത് പ്രധാനമായിട്ടും വിവിധ വകുപ്പുകൾ ചെയ്യേണ്ടുന്നത് അതിൻ്റെ കോർഡിനേഷൻ ഉറപ്പുവരുത്തുക എന്നുള്ളതാണ്. ഓരോ വകുപ്പും അവരവരുടെ ചുമതലകൾ ഏറ്റെടുത്ത് മുന്നോട്ട് കൊണ്ടുപോവുക തന്നെ ചെയ്യണം. ചീഫ് സെക്രട്ടറിയുടെ ജോലി ഇപ്പം വകുപ്പ് തലത്തിലുള്ള പ്രശ്നങ്ങളുണ്ടാകുമ്പോഴത്തേക്കും അതിലിടപെട്ടിട്ട് പരിഹാരം കാണണം. അപ്പം ഒരുമിച്ച് പ്രവർത്തിക്കേണ്ടത്, ഇൻറ്റഗ്രേറ്റഡ് ആയിട്ട് പ്രവർത്തിക്കുന്നതിന് വേണ്ടിയുള്ള ഒരു പ്രചോദനം ഇത് കൊണ്ടുവരണം. പ്രധാനപ്പെട്ട അജണ്ട നമ്മുടെ വികസന അജണ്ടകൾ നമ്മൾ ഉറപ്പാക്കണം. അപ്പോൾ ഇതിൻ്റെ കെയർ ഓഫിൽ കേരളത്തിൽ ഇപ്പോൾ ABGC എന്ന് പറയുന്നൊരു പുതിയ പോളിസി വന്നിട്ടുണ്ട്. അപ്പോൾ അത്തരത്തിലുള്ള പോളിസിയുടെ സാധ്യതകൾ, ഇപ്പം പുതിയ തുടക്കങ്ങൾ കേരളത്തിൻ്റെ സമൂഹത്തിൻ്റെ വികസനത്തിലും. ഇപ്പോൾ ഒരു പോളിസി അംഗീകരിച്ച് വന്നിട്ടുണ്ട്. ആനിമേഷൻ, വിഷ്വൽ എഫക്ട്സ്, ഗെയിമിംഗ് ഒക്കെ ആയിട്ടുള്ള അതിൻ്റെ. അപ്പോൾ അത് ആക്ച്വലി കേരളത്തിൻ്റെ ഒരു കോണ്ടെക്സ്റ്റ് നോക്കുമ്പോൾ കേരളത്തിൽ ഈ സെക്ടറിൽ നമുക്ക് ആഗോളതലത്തിൽ വർക്ക് ചെയ്യുന്ന വളരെ വലിയ ഇതുമായിട്ടൊക്കെ വർക്ക് ചെയ്യുന്ന ആളുകളുണ്ട്. എൻ്റർടൈൻമെൻറ്റ് ഇൻഡസ്ട്രിയിൽ ഇപ്പം ഫിലിമും ഇതൊക്കെ വെച്ച് നോക്കുമ്പോൾ തന്നെ
ഏറ്റവും ക്രിയേറ്റീവായിട്ടുള്ള ഒരു വിഭാഗമായിട്ടാണ് കേരളത്തിലെ നമ്മൾ ഇവരെ ഇത് കാണുന്നത്. അതിലൊക്കെ നമുക്ക് ഇപ്പോൾ കൂട്ടിച്ചേർത്തുകൊണ്ട് ആ ക്രിയേറ്റീവ് ഇൻഡസ്ട്രിയുടെ ഒരു ഭയങ്കരമായിട്ടുള്ള ഒരു കുതിച്ചു ചാട്ടം വേണമെങ്കിൽ നമുക്ക് കൊണ്ടുവരാൻ സാധിക്കും എന്നാണ് എൻ്റെ വിശ്വാസം. അപ്പോൾ ടെൻഷൻ ഉണ്ടെങ്കിലും സംതൃപ്തമാണ്, പലതും ചെയ്യണമെന്നുള്ള ആഗ്രഹമുണ്ട്, ചെയ്തുകൊണ്ടിരിക്കുന്നു. പിന്നെ ഏറ്റവും പ്രധാനപ്പെട്ടത് വയനാട് തന്നെയാണ്. ഇപ്പോൾ വയനാടിൻ്റെ ഇപ്പോൾ റീബിൽഡ്, അപ്പോൾ അതിനെക്കുറിച്ച് ഇത് പറയണം. ഇപ്പം നമ്മൾ ഇന്നിപ്പോൾ കേരളത്തിൽ നമ്മൾ എന്താ ചെയ്തിരിക്കുന്നത്? ഇപ്പോൾ എൻ്റെ മേശപ്പുറത്ത് എത്തി നിൽക്കുകയാണ്, നമ്മൾ പൂർണ്ണമായിട്ടും ഈ മോഡൽ ടൗൺഷിപ്പിന് വേണ്ടിയുള്ള പ്ലാൻ സെറ്റ് ചെയ്തിട്ടുണ്ട്. അപ്പോൾ അതിൻ്റെ അകത്ത് അതിൽ വരുന്ന വീടുകളായാലും അതിൽ അമ്യൂണിറ്റീസ് ആയാലും അതിനു വേണ്ടിയുള്ള ഭൂമിയുടെ കാര്യത്തിലാണെങ്കിൽ ഇപ്പോൾ ഇതിലൊക്കെ തന്നെ കുറേ അധികം ഇടപെടൽ പ്രവർത്തനം നമ്മൾ മുന്നോട്ട് കൊണ്ടുപോയിട്ടുണ്ട്. ഇത് കൂടാതെ ഇക്കോ സെൻസിറ്റീവ് ആയിട്ടുള്ള ഇപ്പോൾ എൻ്റെ ഒരു പ്രധാനപ്പെട്ട ഇപ്പോൾ എന്ത് കാര്യം പറഞ്ഞു വരുന്നാലും ക്ലൈമറ്റുമായിട്ട് ബന്ധിപ്പിക്കുക എന്നുള്ളതാണ്. ക്ലൈമറ്റ് റെസിലിയൻറ്റ് ആയിട്ട് കേരളം മാറുക, അതെല്ലാവരുടെയും മനസ്സിനകത്ത് ഇപ്പം കയറേണ്ടതായിട്ടുണ്ട്. ഇപ്പോൾ വയനാട്ടിൽ സർവൈവർ കുടുംബങ്ങളുടെ കാര്യത്തിലാണെങ്കിൽ മൈക്രോ പ്ലാനുകൾ ഓരോ കുടുംബത്തിൻ്റെയും അവരെന്ത് ചെയ്തിരുന്നു, അവർക്ക് എന്ത് ചെയ്യാനായിട്ടാകും, അവർക്ക് എന്ത് ക്രെഡിറ്റ് സപ്പോർട്ട് വേണം, അവർക്ക് ഏത് പദ്ധതിയിൽ നമുക്ക് സഹായിക്കാൻ പറ്റും, എന്തെല്ലാമാണ് നമുക്ക് ഇൻ്റഗ്രേറ്റ് ചെയ്ത് കൊണ്ടുവരിക, ഓരോരുത്തരും കൂടി ഇരുന്നു കൊണ്ട് തന്നെ നമ്മൾ ലൈവ്ലിഹുഡ് പ്ലാനുകൾ തയ്യാറാക്കിയിട്ടുണ്ട്. എല്ലാം തയ്യാറാക്കിയിട്ടുണ്ട്. നമ്മൾ ബാങ്കുകളായിട്ട് ടൈപ്പ് ചെയ്തിട്ടുണ്ട്. നമ്മുടെ സ്കീമുകൾ നമ്മൾ ഐഡൻറ്റിഫൈ ചെയ്തിട്ടുണ്ട്. അതിൻ്റെ അലൊക്കേഷൻ കൃത്യമായിട്ട് ഇവിടെ കൊണ്ടുവരുന്നതിലേക്ക് വേണ്ടിയുള്ള മാപ്പിംഗ് നമ്മൾ ചെയ്തിട്ടുണ്ട്. ഇനി അത് നമുക്ക് യാഥാർത്ഥ്യമാക്കാനായിട്ട് സാധിക്കും. സഫലമായിട്ട് എല്ലാ ആശംസകളും.